ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവ് നൽകിയ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ എല്ലാവർക്കും അറിയിക്കുന്നു. നമ്മള് കർത്താവ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അവസാനത്തെ 9 ദിവസങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു. അതായത് പാഷൻ വീക്കിലെ ദുഃഖത്തിന്റെ ആഴ്ചയിലുള്ള അവസാനത്തെ 9 ദിവസങ്ങൾ. അതിൽ നമ്മൾ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച കർത്താവൊന്നും ചെയ്തില്ല. അന്ന് അദ്ദേഹം റെസ്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് വ്യാഴാഴ്ചയിലേക്ക് കടന്നു വരാം. വ്യാഴാഴ്ച, അതായത് പെസഹ വ്യാഴം എന്നൊക്കെ പറയുന്ന, അങ്ങനെ വിളിക്കപ്പെടുന്ന പെസഹ വ്യാഴം കർത്താവ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, ആ ദിവസം വെളിപ്പെടുന്ന ദൈവികമായ സത്യങ്ങളും നമുക്കുള്ള പ്രായോഗികമായ പാഠങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. പെസഹ വ്യാഴം എന്ന് വിളിക്കുന്ന ആ ദിവസം പ്രധാന വേദഭാഗങ്ങൾ മത്തായി സുവിശേഷം 26-ാം അധ്യായം 17 മുതൽ 29 വരെയും, മർക്കോസ് 14-ന്റെ 12 മുതൽ 25 വരെയും, ലൂക്കോസ് 22-ന്റെ 7 മുതൽ 38 വരെയും, യോഹന്നാൻ 13-ന്റെ 1 മുതൽ 18-ന്റെ 27 വരെയുമാണ് ഈ ദിവസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വേദം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ വാക്യം പറഞ്ഞു പോകാം. അപ്പൊ ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനായിട്ട് ആ ദിവസം 4 സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ തിരിച്ചു പഠിക്കാനായിട്ട് സാധിക്കും. അതായത് അന്നത്തെ ദിവസം നടന്ന സംഭവങ്ങൾ 4 സ്ഥലങ്ങളിലായിട്ടാണ് നടന്നത്. ഒന്നാമത്തെ സ്ഥലം മാളികമുറിയാണ്. നമ്മൾ ഈ അപ്പർ റൂം എന്നൊക്കെ പറയുന്ന മാളികമുറി, അവിടെയാണ് ആദ്യത്തെ സംഭവം നടക്കുന്നത്. പിന്നീട് അവിടെ നേരെ ഒലിവുമലയിലേക്ക് ചേർന്ന ശിഷ്യന്മാരെ കൂടെ പോകും. ഒലിവുമലയിൽ നിന്ന് ഗേത്സമന തോട്ടത്തിലേക്ക് പോകുന്നു. ഗേത്സമനയിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യുന്നു? ഈ മതകോടതികളിലേക്ക്, അതായത് കയ്യാപ്പാവിന്റെ മുൻപിലേക്ക് യേശുവിനെ. ഇപ്പൊ ഈ 4 സ്ഥലങ്ങളാണുള്ളത്. ഒന്നാമത്തെ സ്ഥലം മാളികമുറിയാണ്, രണ്ടാമത്തെ സ്ഥലം ഒലിവുമലയാണ്, മൂന്നാമത്തെ സ്ഥലം ഗെത്സമന തോട്ടമാണ്, നാലാമത്തെ സ്ഥലം മത കോടതിയാണ്. അപ്പൊ ഈ 4 സ്ഥലങ്ങളിലൂടെയാണ് ഈ വ്യാഴാഴ്ച കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം മാളികമുറി. മാളികമുറി എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച പെസഹ വ്യാഴം എന്നൊക്കെ പറയുന്ന ആ ദിവസം. ഓക്കെ, അപ്പൊ ഈ പെസഹായുടെ ഒരുക്കമാണ് ഒന്നാമത്തെ ഒരു ഈവന്റ് എന്ന് പറയുന്നത്. പെസഹായുടെ ഒരുക്കം അത് മത്തായി സുവിശേഷം 26-ാം അധ്യായം 17 മുതൽ 19 വരെയും, മർക്കോസ് 14-ന്റെ 12 മുതൽ 16 വരെയും, ലൂക്കോസ് 22-ന്റെ 7 മുതൽ 13 വരെയും. മാളികമുറിയിൽ ആദ്യം പെസഹ ഒരുക്കി. മത്തായി 26-ന്റെ 17 മുതൽ 19 വരെ, മർക്കോസ് 14-ന്റെ 12 മുതൽ 16 വരെ, ലൂക്കോസ് 22-ന്റെ 7 മുതൽ 13 വരെ. നമുക്ക് ആദ്യം ആ ദിവസം നോക്കിയിട്ട് പിന്നീട് അതിന്റെ വാക്യങ്ങളിലേക്ക് കടക്കാം. രണ്ടാമത്തെ സംഭവം ഈ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. അപ്പൊ ആദ്യം പെസഹ ഒരുക്കി, 2 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. അത് യോഹന്നാൻ 13-ന്റെ 1 മുതൽ 20 വരെയാണ്. യോഹന്നാൻ 13-ന്റെ 1 മുതൽ 20 വരെ. മൂന്നാമത്തെ സംഭവം യേശു തന്നെ ഒറ്റി കൊടുക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ തന്നെ കാണിച്ചു കൊടുക്കുക, ഒപ്പം തന്നെ അങ്ങനെയുള്ള കാര്യമൊക്കെ എന്ത് ചെയ്തു? സംസാരിച്ചു. അത് ലൂക്കോസ് 26-ന്റെ 21 മുതൽ 25 വരെ, മർക്കോസ് 14-ന്റെ 18 മുതൽ 21 വരെ, ലൂക്കോസ് 22-ന്റെ 21-ഉം 22-ഉം, യോഹന്നാൻ 13-ന്റെ 18-ഉം 21-ഉം. അപ്പൊ യേശു തന്നെ കാണിച്ചു കൊടുക്കുന്ന ഒറ്റിക്കൊടുക്കുന്ന കാര്യമൊക്കെ സംസാരിക്കുന്നു. നാലാമത്തെ കാര്യം, യൂദ യേശുവിനെ കാണിച്ചു കൊടുക്കുവാനായി അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി. യൂദ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി. യോഹന്നാൻ 13-ാം അധ്യായം 27 മുതൽ 30 വരെ. യോഹന്നാൻ 13-ന്റെ 27 മുതൽ 30 വരെ. അഞ്ചാമത്തെ ഒരു കാര്യം, യേശു ഒരു പുതിയ കൽപ്പന നൽകി. യോഹന്നാൻ 13-ന്റെ 31 മുതൽ 35 വരെ. 31 മുതൽ 35 വരെ. ആറാമത്തെ പ്രധാന സംഭവം, യേശു തിരുവത്താഴം സ്ഥാപിച്ചു. അത് മത്തായി 26-ന്റെ 26 മുതൽ 28 വരെ, ലൂക്കോസ് 22-ന്റെ 19 മുതൽ 20 വരെ, 1 കൊരിന്ത്യർ 11-ന്റെ 23 മുതൽ 26 വരെ. അപ്പൊ ഈ 6 പ്രധാന സംഭവങ്ങളാണ് ഇവിടെ നടന്നത്, മാളികമുറിയിൽ നടന്നത്. ഓക്കെ,
അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഒന്ന് പഠിച്ചാൽ നമുക്ക് ആദ്യം യേശുവിന്റെ ദൈവത്വം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശുവിന്റെ ദൈവത്വം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 26-ാം അധ്യായം 21 മുതൽ 25 വരെ. മത്തായി 26-ന്റെ 21 മുതൽ 25 വരെ. മതി, നിങ്ങളിൽ ഒരാൾ എന്നെ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കും. ഇത് കർത്താവ് തന്റെ സർവ്വജ്ഞാനത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ സർവ്വജ്ഞാനം എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്. വരാൻ പോകുന്ന, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പറയുവാനായിട്ടുള്ള കഴിവ് ആർക്കേ ഉള്ളൂ? ദൈവത്തിനെ ഉള്ളൂ. നമുക്ക് അനുമാനങ്ങൾ ഉണ്ടാകാം. ഇപ്പം ചില ആൾക്കാർ പറയാറുണ്ട്, നിങ്ങളൊക്കെ എന്നെ ഇട്ടേച്ച് പോകും എന്നൊക്കെ ചിലപ്പം ആൾക്കാരെ കുറിച്ച് പറയാറുണ്ട്. അതൊക്കെ അനുമാനങ്ങളാണ്, സാധ്യതയുള്ള കാര്യങ്ങൾ. പക്ഷെ യേശു കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യും? എന്നെ ഒറ്റി കൊടുക്കും, നിങ്ങൾ ഒരാളെന്നെ കാണിച്ചു കൊടുക്കും. വളരെ കൃത്യമായി പറയുമ്പോൾ അത് യേശു കർത്താവിന്റെ ദൈവത്വം, സർവ്വജ്ഞാനത്തെ എന്ത് ചെയ്യുന്നു? ചൂണ്ടി കാണിക്കുന്നു. രണ്ടാമതൊരു കാര്യം, ഈ മാളിക മുറിയിൽ യേശു കർത്താവിന്റെ മനുഷ്യത്വവും വെളിപ്പെട്ടിട്ടുണ്ട്. അത് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ സുവിശേഷം 13-ന്റെ 1 മുതൽ 5 വരെ. വായിച്ചു. മതി. ഇവിടെ നമ്മൾ കുറെ കാര്യം കാണുന്നുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകും. 2, യേശു കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, തന്റെ മേൽ വസ്ത്രം ഊരി വെച്ചു, ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി, ഒരു ബേസനകത്ത് വെള്ളം എടുത്തു, ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ഒരു മനുഷ്യത്വത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ആര് ചെയ്യുകയാണ്? യേശു ചെയ്യുക. അപ്പൊ യേശു ഒരു ഭാണ്ഡമാണ്, അല്ലെങ്കിൽ യേശു ഇങ്ങനെ മനുഷ്യനായി തോന്നിപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ വന്നിട്ടൊന്നുമില്ല. യേശു എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? ഇങ്ങനെ ഒരു മനുഷ്യനായി തോന്നി എന്ന് പറയുന്ന ആൾക്കാർ. അങ്ങനെയല്ല, യേശു ആക്ഷരികമായി മനുഷ്യനായി വന്നവനാണ്. അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, അവൻ തന്റെ മേൽവസ്ത്രം അഴിച്ചു വെച്ചു, അരയിലൊരു തുവർത്തെടുത്ത് ചുറ്റി, ഒരു ബേസിനകത്ത് വെള്ളം എടുത്തു, ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി. അപ്പൊ യേശുവിന്റെ ദൈവത്വം വെളിപ്പെട്ടു, യേശുവിന്റെ മനുഷ്യത്വവും വെളിപ്പെടുന്നു. പിന്നെ യേശുവിന്റെ ദാസ്യ മനോഭാവം എന്ത് ചെയ്യുന്നു? വെളിപ്പെടും. ഒരു ദാസന്റെ മനോഭാവം. യഹൂദന്മാരുടെ ഈ കൾച്ചർ അനുസരിച്ച് ഈ അരയ്ക്ക് ഈ തുവർത്തെടുത്ത് വട്ടത്തിൽ കെട്ടുന്നത് ഒരു ദാസന്റെ ചിത്രമാണ്. ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? യേശു കർത്താവ് ഒരു ഭൂമിയിൽ പറഞ്ഞു, ഒരു മനുഷ്യൻ തന്റെ ദാസന്മാരെ ഏൽപ്പിച്ച് എന്ത് ചെയ്യുന്നു? പുറത്ത് പോകുന്നു. അകത്ത് വരുമ്പോൾ വിശ്വസ്തയോടെ കാണും ദാസൻ ഭാഗ്യവാൻ. എന്നിട്ട് പറയുകയാണ്, ആ വിശ്വസ്തയോടെ കണ്ടു കഴിയുമ്പോൾ യജമാനൻ എന്ത് ചെയ്യും? അടുത്ത ജോലി അവനെ ഏൽപ്പിക്കും. അപ്പൊ അതുവരെ ഈ യജമാന്റെ അടുക്കൽ അരയിൽ ഒരു തുവർത്ത് ഇങ്ങനെ കെട്ടിയിട്ട് ദാസൻ നിൽക്കുകയാണ്. എന്താ ഉദ്ദേശം? അടുത്ത ജോലി എന്താണെന്ന് പറയാം. അപ്പൊ യേശു കർത്താവ് ഒരു ഗുരുവായിരിക്കെ, ദൈവമായിരിക്കെ, മനുഷ്യപുത്രനായിരിക്കെ ഒരു തുവർത്ത് അരയിൽ കെട്ടുമ്പോൾ അതിന്റെ ദാസ്യ മനോഭാവത്തെയാണ്. യേശു ദൈവമാണെന്ന് വെളിപ്പെടുന്നു, യേശു മനുഷ്യനാണെന്ന് വെളിപ്പെടുന്നു, യേശുവിന്റെ ദാസ്യ മനോഭാവം അവിടെ വെളിപ്പെടുന്നു. ഇനി നമ്മള് യോഹന്നാൻ 13-ന്റെ 31 മുതൽ 35 വരെ. യോഹന്നാൻ 13-ന്റെ 31 മുതൽ 35 വരെ.
മതി. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരും. ഇനി നമ്മൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 23 മുതൽ 26 വരെ വായിക്കുമ്പോൾ ഈ കർത്തൃമേശ കർത്താവിന്റെ അല്ലെങ്കിൽ തിരുവത്താഴം കർത്താവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചു. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 24-ഉം 25 മാത്രം വായിച്ചാൽ മതി. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവൻ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. 25-ലും ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ യേശുകർത്താവ് ആദ്യം വായിച്ച വാക്യത്തിനകത്ത് യേശുകർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു കൽപ്പന തരുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു കൽപ്പന തരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. 2 പറയുകയാണ്, ഞാൻ പോവുകയാണ്, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി. യേശുവിന്റെ ഒരു അധികാരം അല്ലെങ്കിൽ യേശുവിന്റെ കർത്തൃത്വമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വെളിപ്പെടുന്നത്, അല്ലെ? എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ഞാൻ പറയുന്ന കാര്യം എന്ത് ചെയ്യുക നിങ്ങൾ? അപ്പൊ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിക്കണമെങ്കിൽ ഞാൻ ആരാകണം? ഞാൻ യജമാനനാകണം, അല്ലെ? അല്ലെങ്കിൽ ഞാൻ കർത്താവാകണം. അപ്പൊ ഞാൻ കർത്താവാണെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇവരനുസരിക്കേണ്ട ആവശ്യകതയുള്ളൂ. അല്ലാതെ ശിഷ്യന്മാരുമായിട്ട് വേറൊരു ബാധ്യതയില്ലല്ലോ. യേശു പോവുകയും ചെയ്യുക, യേശു അവരെ വിട്ട് പോവുകയാണ്. അപ്പൊ അവരെ വിട്ട് പോയി കഴിയുമ്പോൾ ഇനിയുള്ള നാള് മൊത്തവും യേശുവിനെ ഓർക്കുകയും യേശു പറഞ്ഞ കാര്യം അനുസരിക്കുകയും ചെയ്യണം. യേശു ആരായിട്ട് മാറണം? കർത്താവായിരിക്കണം. അപ്പൊ യേശുവിന്റെ കർത്തൃത്വം കൂടി എന്ത് ചെയ്യുകയാണ് ഈ ഭാഗത്ത്? ഇപ്പൊ മാളിക മുറിയിൽ യേശുവിന്റെ ദൈവത്വം വെളിപ്പെട്ടു, യേശുവിന്റെ മനുഷ്യത്വം വെളിപ്പെട്ടു, യേശുവിന്റെ ദാസ്യ മനോഭാവം വെളിപ്പെട്ടു, യേശുവിന്റെ കർത്തൃത്വവും വെളിപ്പെട്ടു. നമുക്കൊരു 3 പാഠം പഠിക്കാനായിട്ടുണ്ട് അവിടെ. 1-ാമത്തെ പാഠം, യേശുവിനെ പോലെ നമ്മളും താഴ്മയുള്ളവരായിരിക്കുക. യേശു ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി. എന്നിട്ട് യേശു പറഞ്ഞ കാര്യം എന്നറിയാമോ? 13-ാം അധ്യായം അതിന്റെ 12 മുതൽ 15 വരെ. 1 കൊരിന്ത്യർ യോഹന്നാൻ 13-ന്റെ 12 മുതൽ 15 വരെ. ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നു. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെ ആക്ഷരീകമായി കാല് കഴുകുന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ട്. പക്ഷെ ആക്ഷരീകമായ കാല് കഴുകലിനപ്പുറത്ത് ഞാൻ നിങ്ങളുടെ ഗുരുവാണ്, ഞാൻ നിങ്ങളുടെ കർത്താവാണ്. അങ്ങനെയുള്ള ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറായി? എന്നെ തന്നെ താഴ്ത്താൻ ഒരു ദാസന്റെ മനോഭാവത്തോടു കൂടെ നിങ്ങളുടെ കാല് കഴുകാൻ തയ്യാറായി. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യണം? ഇതേ മനോഭാവം വേണം നിങ്ങൾക്ക്. ഇപ്പം ഈ മറ്റ് നാമധേയ ക്രൈസ്തവരുടെ ഇടയിൽ ഈ കാല് കഴുകുന്ന ശുശ്രൂഷ തന്നെയുണ്ട്. അത് എന്തോ പുണ്യം കിട്ടുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത്? കാല് ഇപ്പം മെത്രാന്മാരുടെ കാല് പോയി സാധാരണ വിശ്വാസികൾ കഴുകും. ഇവരുടെ ധാരണ അങ്ങനെ കഴുകിയാൽ എന്തോ വലിയ പുണ്യം കിട്ടുമെന്നാണ്. ഈ മെത്രാന്റെ ധാരണ, ഞാൻ ഇവരുടെ കാല് കഴുകുമ്പോൾ അയ്യോ ഇത്രയും വലിയ ആള് എന്റെ മുൻപിൽ കുനിഞ്ഞു, ഞാൻ എന്തോ വലിയ ആളാണെന്ന് തോന്നൽ ആർക്കും കൂടെ ഉണ്ടാകുകയാണ്, ഈ വിശ്വാസികൾക്കും ഉണ്ടാകുക. പക്ഷെ കർത്താവ് പറഞ്ഞ ഉദ്ദേശം അങ്ങനെ ആക്ഷരികമായി ഒരു സമ്പ്രദായം പോലെ, ഒരാചാരം പോലെ കാല് കഴുകാനല്ല. നമ്മൾ ഈ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് എഫേസ്യത്തിൽ പറയുന്നുണ്ട്, ഓരോരുത്തർ എന്ത് ചെയ്യണം? മറ്റുള്ളവർ കീഴ്പ്പെട്ടിരിക്കണം. അതിന്റെ അർത്ഥം എന്താ? മറ്റുള്ളവരെ ബഹുമാനിക്കണം. നമ്മൾ മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് എണ്ണണം. അല്ലാതെ നാളെ തൊട്ട് പാത്രവും വെള്ളവുമായിട്ട് വന്ന് എല്ലാവരുടെയും കാല് കഴുകാനല്ല. പക്ഷെ എല്ലാവരോടും നമുക്ക് എന്ത് വേണം? ഒരു താഴ്മ മനോഭാവം വേണം. എല്ലാവരുടെയും ദാസനായി നമ്മളെ തന്നെ കാണാനും, എല്ലാവരെയും നമ്മളെക്കാൾ ശ്രേഷ്ഠനായി കാണാനും, ഞാനല്ല ഉന്നതൻ, അവരാണ് ശ്രേഷ്ഠൻ കാണാൻ സാധിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു താഴ്മ ധരിക്കാൻ, താഴ്മയുള്ളവരാകാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് 1-ാമത്തെ പാഠം. 2-ാമത്തെ ഒരു പാഠം, നമ്മൾ സ്നേഹമുള്ളവരാകുക എന്നുള്ളതാണ്. കാരണം യേശു കർത്താവ് മാളിക മുറിയിൽ വെച്ച് പഠിപ്പിച്ച പുതിയ കൽപ്പന, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. വായിക്കാം നമുക്ക് 13-ാം അധ്യായം തന്നെ 34-35.
കേട്ടോ, ഇവിടെ കർത്താവ് ഒരു പുതിയ കൽപ്പന പറയുക. അതിന്റെ അർത്ഥം ഈ കൽപ്പന പണ്ടില്ലായിരുന്നു എന്നല്ല. സ്നേഹിക്കണം എന്ന കൽപ്പന പണ്ട് ഉണ്ടായിരുന്നു. പഴയ നിയമത്തിനകത്തും സ്നേഹിക്കണം എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ യേശു കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ എന്ത് ചെയ്തിട്ടില്ല? ഒരു മാതൃകയില്ല. കൂട്ടുകാരനെ സ്നേഹിക്കാൻ കൽപ്പനയുണ്ട്. പക്ഷെ യഹൂദന്മാർ എന്ത് ചെയ്യുന്നു? യഹൂദന്മാരെ മാത്രം കൂട്ടുകാരനായിട്ട് കണ്ടു. അവന്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ യഹൂദൻ അല്ലെങ്കിൽ അവൻ കൂട്ടുകാരൻ പോലും അല്ല. അങ്ങനെ യഹൂദന്മാരെ കണ്ടിരുന്നത്. എവിടെയാണോ അടുത്ത യഹൂദനുള്ളത് അവനാ കൂട്ടുകാരൻ, അവനെ സ്നേഹിച്ചാൽ മതി. അങ്ങനെയാണ് യഹൂദന്മാർ കരുതിയിരുന്നത്. പക്ഷെ യേശു കർത്താവ് എന്താ ചെയ്യുന്നത്? എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും കരുതുക. അപ്പൊ യേശു കർത്താവിന്റെ കൽപ്പന തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യണം? സ്നേഹം വേണം. പുതിയ നിയമത്തിന്റെ കാതലായ ഉപദേശം സ്നേഹമാണ്, അല്ലെ? നമ്മൾ ഈ കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം സ്നേഹത്തിന്റെ അധ്യായമാണ്. സ്നേഹത്തിന്റെ അധ്യായം 12-ാം അധ്യായം എന്നറിയാമോ? 1 കൊരിന്ത്യർ 12 കൃപാവരങ്ങളാണ്. കൃപാവരങ്ങൾ. 1 കൊരിന്ത്യർ 14 സഭയിലെ ക്രമമാണ്. സഭയിലെ ശുശ്രൂഷകളും ക്രമം പറഞ്ഞേക്കുന്നത് 14-ാം അധ്യായത്തിനകത്ത്. ഇപ്പൊ 12 കൃപാവരം, 14 സഭയിലെ ശുശ്രൂഷ ക്രമങ്ങൾ പറഞ്ഞേക്കുക. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്ത് വരുന്നത്? അപ്പൊ കൃപാവരവും സഭയിലെ ശുശ്രൂഷയും ക്രമവും ഒക്കെ എന്തിലായിരിക്കണം? സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ഇപ്പൊ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സ്നേഹമില്ലെങ്കിൽ ആ ശുശ്രൂഷ കൊണ്ട് പ്രയോജനമൊന്നും ഇല്ല. അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അന്യഭാഷകളിൽ സംസാരിച്ചാലും ഇനി എന്റെ ദേഹം ചുടുവാനായിട്ട് ഏൽപ്പിച്ചാലും ഞാൻ എന്തെല്ലാം ത്യാഗം സഹിച്ചാലും എന്റെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ എന്ത് വന്നാലും അത് സ്നേഹത്തിൽ നിന്ന് വരാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കൽപ്പന നമ്മൾ സ്നേഹമുള്ളവരാകാം. യേശു കർത്താവ് അവസാനത്തോളം സ്നേഹിച്ചു. 13-ാം അധ്യായം ആരംഭിക്കുന്നത് താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് തനിക്കുള്ളവരെ അവസാനത്തോളം സ്നേഹിച്ചു. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യണം? തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഈ സ്നേഹം കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമായത്. അന്ത്യകാലഘട്ടത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്, അന്ത്യകാലഘട്ടത്തിൽ ആളുകൾ വാത്സല്യമില്ലാത്തവരാകുമെന്ന്. അത് 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിലുണ്ട്. അന്ത്യകാല ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും വാത്സല്യമില്ലാത്തവരും. അങ്ങനെ സ്നേഹം ഇല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് സഭ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ. സ്വന്തം ജീവനെ പോലും കളയാൻ അല്ലെങ്കിൽ കൊടുക്കാൻ തയ്യാറാകുന്ന സ്നേഹം നമുക്ക് ഉണ്ടാകട്ടെ. 3-ാമത്തെ ഒരു പാഠം കൂടെ പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് പോകാം. 3-ാമത്തെ ഒരു പാഠം നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഓർമ്മയുള്ളവരാകുക എന്നുള്ളതാണ്. അത് 1 കൊരിന്ത്യർ 11-ാം അധ്യായം 24-ഉം 25-ഉം വാക്യം. 1 കൊരിന്ത്യർ 11-ന്റെ 24-ഉം 25-ഉം. ഈ 2 ഭാഗത്തും 2 കാര്യങ്ങളിലും അപ്പം എടുക്കുമ്പോഴും വീഞ്ഞെടുക്കുമ്പോഴും വിശു പറയുന്നത് എന്താ? എന്റെ ഓർമ്മ, എന്റെ ഓർമ്മ. അപ്പൊ നമ്മുടെ ഈ തിരുവത്താഴത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീം എന്താ? അല്ലെങ്കിൽ പ്രധാന വ്യക്തി ആരാ? യേശു ക്രിസ്തുവാണ്. പക്ഷെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന പ്രബോധനങ്ങൾ യേശുവിലേക്ക് ചൂണ്ടാറില്ല. മറ്റു പല കാര്യങ്ങളും പറയും, മറ്റു പല വിഷയങ്ങളും പറയും. ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും വിഷയങ്ങളോ അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും കുറിച്ചോ അവരുടെ മാതൃകയൊക്കെ പറഞ്ഞ് ഈ ആരാധനയുടെ മൂഡ് ചിലപ്പോൾ മാറ്റിക്കളയും. ചിലപ്പോൾ ക്രിസ്തുവിൽ നിന്നുള്ള ആ ഒരു ചിന്ത മാറ്റിയിട്ട് വേറെ എന്തിലേക്കൊരു ചിന്ത കൊണ്ടുപോകുന്ന സന്ദർഭങ്ങൾ പോലും ഈ ആരാധനയ്ക്ക് മുൻപുള്ള അല്ലെങ്കിൽ തിരുവത്താഴത്തിന് മുൻപുള്ള പ്രബോധനങ്ങളിലുണ്ട്. നമ്മളുടെ മെയിൻ ഉദ്ദേശം യേശു ക്രിസ്തുവിനെ ഓർക്കുക എന്നുള്ളതാണ്.
നമ്മൾ അപ്പം നുറുക്കുമ്പോൾ യേശു തന്റെ ശരീരം എനിക്ക് വേണ്ടി ചീന്തി, എനിക്ക് വേണ്ടി ദേഹം തിരശ്ശീലയിൽ കൂടെ എനിക്ക് വേണ്ടി ഒരു പുതിയ വഴി കർത്താവ് തുറന്നു തന്നു. നമ്മൾ ആ പാനപാത്രം എടുക്കുമ്പോൾ ഇത് പുതിയ നിയമത്തിന്റെ പാനപാത്രം. എനിക്ക് വേണ്ടി ദൈവം ചെയ്തു, ഒരു പുതിയ നിയമത്തെ സ്ഥാപിച്ചു, എന്നെ സഭയുടെ അംഗമാക്കി മാറ്റി. എനിക്ക് വേണ്ടി കർത്താവ് തന്റെ രക്തം ചീന്തി എന്നെ തന്റെ മകനാക്കി തീർത്തു. ഇതാണ് ഓർക്കേണ്ടത്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓർക്കാനായിട്ട് പിന്നീട് സമയമുണ്ട്. ലോത്തിന്റെ ഭാര്യയെ കുറിച്ചോ അല്ലെങ്കിൽ ദാവീദിനെ കുറിച്ചോ മെഫീബോശേത്തിനെ കുറിച്ചോ ഒക്കെ ഓർക്കാൻ വേറെ സമയങ്ങളുണ്ട്. നമുക്ക് അതൊക്കെ പിന്നീടാകാം. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഓർമ്മത്വം ആരായിരിക്കണം? യേശുവിനെ കുറിച്ചുള്ള 1 താഴ്മയുള്ളവരാകുക, 2 സ്നേഹമുള്ളവരാകുക, 3 ഓർമ്മയുള്ളവരാകുക. ഈ നമ്മളോട് ഓർക്കാൻ പറഞ്ഞിട്ട് പോലും, അതിനുവേണ്ടി ശുശ്രൂഷ നൽകിയിട്ട് പോലും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല? ഈ കാര്യങ്ങളൊന്നും ഓർക്കാറില്ല. നമ്മൾ മറ്റ് പല കാര്യങ്ങളും ഓർക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില പ്രബോധനങ്ങളിലൊന്നും യേശുക്രിസ്തുവേ ഇല്ല. അവിടെ പറയും നമ്മൾ സ്നേഹമുള്ളവരാകണം, നമ്മൾ ത്യാഗമുള്ളവരാകണം. അങ്ങനെയുള്ള പ്രായോഗികമായ ഉപദേശങ്ങൾ പറയാൻ വേണ്ടി എന്ത് ചെയ്യുക? ആ സമയത്ത് ഉപയോഗിക്കുകയാണ്. അപ്പം ഇത് കയ്യിൽ വരുമ്പോഴും എന്തില്ല? ക്രിസ്തുവിന്റെ ഓർമ്മ ഇല്ല. നമ്മൾ അങ്ങനെ ആകരുത്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ആരാധനയും ക്രിസ്തു കേന്ദ്രീകൃതമായ ശുശ്രൂഷകളുമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പൊ നമ്മൾ ആരെ ഓർക്കണം? യേശുവിനെ ഓർക്കണം. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യും. എന്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനായി പിറന്നു. ആ ദൈവം എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യനായി പിറന്ന കർത്താവ് എനിക്ക് വേണ്ടി തന്റെ ശരീരത്തെ തകർത്ത് രക്തം ചീന്തി എന്നെ വീണ്ടെടുത്തു, എന്നെ ചേർക്കാനായിട്ട് വീണ്ടും വരും. ആ ഓർമ്മയിൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ ശുശ്രൂഷയിൽ നിന്ന് ഭാഗവാക്കുകൾ ആണ്. ഈ മാളിക മുറിയിൽ നടന്ന സംഭവങ്ങളിൽ യേശുവിന്റെ ദൈവത്വം, യേശുവിന്റെ മനുഷ്യത്വം, യേശുവിന്റെ ദാസ്യ മനോഭാവം, യേശുവിന്റെ കർത്തൃത്വം എന്നിവ വെളിപ്പെട്ടു. നമുക്കുള്ള പ്രായോഗിക പാഠങ്ങൾ: 1, യേശുവിനെ പോലെ താഴ്മയുള്ളവരാകുക, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹമുള്ളവരാകുക, യേശുവിനെ ഓർമ്മിക്കുന്നവരാകുക, യേശുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉള്ളവരാകുക, യേശുവിൽ നിന്നുള്ള ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകാതെ ഇരിക്കരുത്. ഇവൻ എത്ര മഹാൻ എന്ന് ശ്രദ്ധിച്ചു നോക്കണം. എന്ന് പറഞ്ഞിരിക്കുന്നത് ശലോമോനെ കുറിച്ചാണ്. പക്ഷെ അതിന്റെ ആന്തരിക അർത്ഥം ആരെ കുറിച്ചാണ്? യേശുവിനെ കുറിച്ച്. യേശുവിനെ കുറിച്ച്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു സ്ഥലം ഒലിവുമലയാണ്. അപ്പൊ 1 വ്യാഴാഴ്ച. ആദ്യത്തെ സ്ഥലം ഏതായിരുന്നു? ആദ്യത്തെ സ്ഥലം മാളികമുറി, അപ്പുറം. രണ്ടാമത്തെ സ്ഥലം ഒലിവുമല. അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. അങ്ങനെയാണ് നമ്മൾ മത്തായി 26 വായിക്കുന്നത്. ഞാൻ ആ വാക്യം എടുക്കട്ടെ. മത്തായി 26-ാം അധ്യായം. അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി എന്ന് 30-ാം വാക്യം. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു. കർത്തൃമേശ തിരുവത്താഴം സ്ഥാപിച്ച ശേഷം യേശു കർത്താവും ശിഷ്യന്മാരും അവരുടെ രീതിയിലുള്ള സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു എന്ത് ചെയ്യുക? ഒലിവുമലയ്ക്ക് പോവുകയും. 2 പ്രധാന സംഭവങ്ങളുണ്ട്. 1, യേശുവിന്റെ വിടവാങ്ങൽ പ്രസംഗം. യേശുവിന്റെ വിടവാങ്ങൽ പ്രസംഗവും മഹാപുരോഹിത പ്രാർത്ഥനയും. അത് ഒലിവുമലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. യേശുവിന്റെ വിടവാങ്ങൽ പ്രസംഗവും മഹാപുരോഹിത പ്രാർത്ഥനയും. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായവും 14-ാം അധ്യായം മുതൽ 17 വരെ. യോഹന്നാൻ 14 മുതൽ 17 വരെ വിടവാങ്ങൽ പ്രസംഗവും മഹാപുരോഹിത പ്രാർത്ഥനയും. ഹൈ പ്രീസ്റ്റ്ലി പ്രയർ, മഹാപുരോഹിത പ്രാർത്ഥനയും. രണ്ടാമത്തെ പ്രധാന സംഭവം ശിഷ്യന്മാർ ചിതറപ്പെടുന്നതിനെ കുറിച്ചും പത്രോസ് തള്ളി പറയുന്നതിനെ കുറിച്ചും യേശു സംസാരിച്ചു. ശിഷ്യന്മാർ ചിതറപ്പെടുന്നതിനെ കുറിച്ചും പത്രോസ് തള്ളി പറയുന്നതിനെ കുറിച്ചും യേശു സംസാരിച്ചു. മത്തായി സുവിശേഷം 26-ാം അധ്യായം 31 മുതൽ 35 വരെ. മത്തായി 26-ന്റെ 31 മുതൽ 35 വരെ. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 31 മുതൽ 34 വരെ. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 31 മുതൽ 34 വരെ. അപ്പൊ 26-ാം അധ്യായത്തിന്റെ മത്തായി 26-ന്റെ 31, 35 വരെ വായിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ ചിതറിപ്പോകുന്നതിനെ കുറിച്ചും പത്രോസ് യേശുവിനെ തള്ളി പറയുന്ന കാര്യവുമാണ് അവിടെ ഉള്ളത്. ഒന്ന് വായിച്ചു നോക്കാം. മത്തായി 26-ന്റെ 31 തൊട്ട് 35 വരെ.
ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കലിടറും, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകും എന്ന് യേശു കർത്താവ് പറയുകയാണ്. അപ്പൊ യേശു കർത്താവിന്റെ വീണ്ടും സർവജ്ഞാനം അവിടെ വെളിപ്പെടുന്നു. യേശുവിന്റെ സർവജ്ഞാനം വെളിപ്പെടുന്നു. യോഹന്നാൻ 14:1-3 വരെ. യോഹന്നാൻ 14:1-3 വരെ. ഓക്കെ, അതിന്റെ 26-ാം വാക്യം. ഓക്കെ, 16-7 കിട്ടും. പതിനാറിന്റെ 7 കിട്ടും. മതി മതി. ഇവിടെ യേശു കർത്താവിന്റെ ഒരു ആർദ്രത കാണാനായിട്ട് സാധിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം, താൻ ഈ ലോകം വിട്ട് പോവുകയാണ്, ശിഷ്യന്മാരെ തനിച്ചാക്കി പോവുകയാണ്. അപ്പം ആദ്യം കൊടുക്കുന്ന ഒരു നിർദ്ദേശം എന്താ? നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകണ്ട, അല്ലെ, നിങ്ങൾ വിഷമിക്കണ്ട. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. അപ്പൊ ഒരു ഉറപ്പ് നൽകുകയാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പോയിട്ട് നിങ്ങളെ ചേർക്കാൻ വേണ്ടി തിരിച്ചു വരും. ഇനി ഞാൻ തിരിച്ചു വരുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആരെ തരും? ഒരു കാര്യസ്ഥനെ തരും. ഒരു കാര്യസ്ഥനെ തരും. അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തും. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഓക്കെ, അപ്പൊ യേശു കർത്താവ് ശിഷ്യന്മാരെ വിട്ടു പോകുമ്പോൾ വളരെ ആർദ്രതയോടുകൂടെ അവരോട് പെരുമാറി. ഒന്നാമത് പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ കരങ്ങി പോകണ്ട, ഞാൻ തിരിച്ചു വരും. ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾക്ക് ആരുണ്ടാകും? കാര്യസ്ഥനുണ്ടാകും. കാര്യസ്ഥൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തിക്കോളും, നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തിക്കോളും, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തിക്കോളും. ഞാൻ പറഞ്ഞു തന്നതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കോളും. അപ്പൊ അത് കർത്താവിന്റെ ആർദ്രതയാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ കരുതലാണ്. അപ്പൊ യേശുവിന്റെ സർവജ്ഞാനം വെളിപ്പെട്ടു. ഈ രാത്രിയിൽ എല്ലാവരും യേശുവിനെ വിട്ട് പോകും എന്നുള്ള കാര്യം യേശു കർത്താവ് പറഞ്ഞു. 2, യേശു കർത്താവിന്റെ ആർദ്രത, ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള യേശു കർത്താവിന്റെ കരുതൽ. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പല ആളുകളും വിശ്വസിക്കുന്നത് യേശു കർത്താവ് സ്വർഗത്തിലേക്കാണ് സ്ഥലമൊരുക്കാൻ പോയതെന്നാണ്. യേശു കർത്താവ് സ്വർഗത്തിലേക്കാണ് സ്ഥലമൊരുക്കാൻ വേണ്ടി പോയത് എന്നാണ്. പക്ഷേ നമ്മൾ ആ കാര്യം കൃത്യമായിട്ട് പഠിച്ചു നോക്കണം. കർത്താവ് പറഞ്ഞ എന്താ? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ വാസയോഗ്യമായ സ്ഥലങ്ങൾ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി പോകുന്നു. അതെങ്ങോട്ടാ പോയ യേശു? ഇത് പറഞ്ഞിട്ട് എങ്ങോട്ടാ പോയത്? ഈ 14-ാം അധ്യായത്തിൽ ഈ കാര്യം പറഞ്ഞ യേശു എങ്ങോട്ടാ പോയത്? സ്വർഗ്ഗത്തിലേക്ക് പോയത്? അത് ക്രൂശിലേക്ക് പോയത്? ക്രൂശിലേക്കാ പോയത്, അല്ലെ? 14-ാം അധ്യായം 1-ാം വാക്യത്തിനകത്ത് ഈ കാര്യം പറഞ്ഞിട്ട് യേശു പോയത് എങ്ങോട്ടാ? ക്രൂശിലേക്കാ പോയത്. അപ്പൊ എവിടെ സ്ഥലം ഒരുക്കി? ശരിക്കും ക്രൂശിലാ ഒരുക്കിയത്. അതായത് സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ തടസ്സമായിരുന്ന പാപത്തെ നീക്കിയത് ക്രൂശിലാണ്. മനസ്സിലായോ? കർത്താവ് ക്രൂശിൽ അവിടേക്ക് പോകാനുള്ള തടസ്സത്തെ മാറ്റി. അല്ലാതെ നമ്മൾ ഇവിടെ ചില ഈ ആൾക്കാർ പറയും, ഇവിടെ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ കർത്താവ് അവിടെ എന്ത് ചെയ്യും? ഒരു കട്ടള വെക്കും, എന്ത് പറയും, ഒരു കല്ലെടുത്ത് വെക്കും, ഇതൊക്കെ ആളുകൾ നമ്മുടെ കാശ് വാങ്ങിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വക്രബുദ്ധി കൊണ്ടുണ്ടാക്കുന്ന കുറെ ന്യായങ്ങളാണ്. അങ്ങനെയൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞത് അവിടെ വാസസ്ഥലങ്ങളുണ്ട്.
ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, നിങ്ങളെ ഇങ്ങനെ പിതാവിന്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഒരു സ്ഥലം ഒരുക്കണം. അപ്പൊ ഞാൻ എവിടെ ഒരുക്കുന്നുണ്ട്? ക്രൂശിൽ നിങ്ങൾക്ക് പകരമായിട്ട് ഞാൻ മരിച്ച് ഞാൻ വഴിയൊരുക്കുക. എന്റെ ക്രൂശ് മരണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ട് എന്തുണ്ടാവുകയാണ്? പ്രവേശനം ഉണ്ടാവുക. യേശു ഇന്നും വീട് പണിതുകൊണ്ടിരിക്കുകയൊന്നുമല്ല. വീട് പണി പൂർത്തിയായിട്ട് യേശു വരാൻ പോകുന്നു പറയുന്നത് തെറ്റായ പഠിപ്പിക്കലാണ്. ഓൾറെഡി എല്ലാം ഫിനിഷാണ്. പിന്നെ കർത്താവ് പത്രോസ് പറയുന്നത് പോലെ ചിലരും കൂടെ മാനസാന്തരപ്പെടേണ്ടത് ദീർഘക്ഷമയോട് എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു മാത്രമല്ല, വീട് പണിയൊന്നും കൊണ്ട് വരാതിരിക്കുന്നതല്ല. വീട് പണിയൊക്കെ പൂർത്തിയായി, നേരത്തെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ലോകസ്ഥാപനം മുൻപേ വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ തേജസ്കരണം പോലും കർത്താവിന്റെ പദ്ധതിയിൽ പൂർത്തിയായതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ എന്തെങ്കിലും നന്മ ചെയ്യുമ്പോഴോ ഇവിടെ കർത്താവിനെ സേവിക്കുമ്പോഴോ എനിക്ക് അവിടെ എന്റെ വീടിന്റെ കൂടെ എന്തെങ്കിലും ചേരുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി കർത്താവിന് അവിടെ ഒരുക്കിയിട്ടുണ്ട്, വീടുണ്ട്, നമുക്കുള്ള വഴി കർത്താവ് ഒരുക്കുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയത് എവിടെ ഒരുക്കി? ക്രൂശിലാണ് ഒരുക്കിയത്. ക്രൂശിൽ കർത്താവ് സ്ഥലം ഒരുക്കിയിട്ട് എന്ത് ചെയ്തു? അങ്ങോട്ട് പോയി. ഇപ്പൊ നമ്മുടെ പണം തട്ടാൻ വേണ്ടി ആളുകൾ പറയുന്ന ഇങ്ങനെയുള്ള മുട്ടാഫുക്ക് ഈ ന്യായങ്ങളിൽ പിടിച്ച് നമ്മുടെ പണം കൊണ്ട് ചുമ്മാ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ പറയുന്ന തന്ത്രങ്ങളാണ്. ഓൾറെഡി അവിടെ ഭവനം ഉണ്ട്. ഈ പലപ്പോഴും ഇത് ഇങ്ങനെ വരാനുള്ള സാഹചര്യം ഈ യഹൂദന്മാരുടെ വിവാഹത്തിന്റെ ഒരു കൾച്ചറുണ്ട്. അതെന്ന് പറയുന്നത് ഈ ഒന്നെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് പണിയുക, അല്ലെങ്കിൽ പിതാവിന്റെ വീടിനോട് ചേർന്ന് ഒരു അറ്റാച്ച് റൂം പണിയുക. അതൊരു ഉത്തരവാദിത്വമായിരുന്നു ഒരു പുരുഷന്റെ. അത് ഒരു സ്ത്രീയെ പോറ്റി പുലർത്താൻ ഞാൻ കഴിവുള്ളവനാണ് എന്ന് അന്നത്തെ കാലത്തിലേക്ക്. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് കല്യാണം കഴിക്കാൻ തോന്നി എന്ത് ചെയ്യും? അവര് പോയി പെണ്ണ് കാണും, ഇഷ്ടപ്പെടും, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ നടക്കും, വന്ന് കാണും. ഇന്നല്ല, ഇന്ന് വീടുകളുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അന്നത്തെ കൾച്ചറിൽ, അന്നത്തെ സാഹചര്യത്തിൽ ഞാനൊരു കല്യാണം കഴിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പോറ്റാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് തെളിയിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കൾച്ചർ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കൾച്ചറുമായിട്ട് നമ്മൾ തുലനം ചെയ്ത് നോക്കും. അപ്പൊ ഇതുപോലാണ് യേശു എന്ത് ചെയ്തത്? ഈ കാര്യം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ കമ്പയർ ചെയ്ത് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പം അത് ഒരു തെറ്റായ ചിന്താഗതിയാണ്. അത് അന്നത്തെ കൾച്ചറാണ്, ഇന്ന് ആ കൾച്ചർ ഇല്ല. ഇന്ന് നമ്മുടേതുപോലെ കോമൺ രീതിയിലുള്ള കല്യാണം മാത്രമേ ഇന്ന് നടക്കുന്നുള്ളൂ. പണ്ട് സ്ത്രീകൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, പെൺകുട്ടിക്ക് എന്താ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു? അവൾ അവളുടെ കല്യാണ വസ്ത്രം നെയ്യണമായിരുന്നു. ഇന്ന് ആര് നെയ്യുന്നു? ഇന്നെല്ലാം ഓൾറെഡി മേടിക്കുന്നില്ലേ? ഈ 10 ദ്രഹ്മയൊക്കെ പറയുന്നില്ലേ? ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയി. ഇത് ഈ കല്യാണ വസ്ത്രത്തിൽ തുന്നിച്ചേർക്കുന്ന ഈ നാണയങ്ങളാണ്. ഈ 10ന്റെ ഉദ്ദേശം ഞാൻ 10 കൽപ്പനയും പ്രമാണിക്കുന്ന ഒരു സ്ത്രീയാണെന്നുള്ളതിന്റെ ഭാഗ്യമായ തെളിവാണ് ഈ 10 ദ്രഹ്മകൾ, 10 മുത്തുകൾ, അല്ലെങ്കിൽ 10 കോയിൻസുകൾ. അതിലൊന്നാ കാണാതെ പോയെ. അപ്പൊ അതുകൊണ്ടാണ് അത്രയും തത്രപ്പെട്ട് എന്ത് ചെയ്തത്? ആ സ്ത്രീ അത് തപ്പി കണ്ടുപിടിക്കുന്നത്. ഓരോ ചിഹ്നങ്ങളും ഓരോ അടയാളങ്ങളാണ്, ഓരോ ഉദ്ദേശങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഇടയിലാണെങ്കിൽ, നമ്മളിൽ പോട്ടെ, നമ്മുടെ ക്രിസ്ത്യാനിക്കിടയിലാണെങ്കിൽ പോലും ഈ കത്തോലിക്ക സഭയുടെ വിവാഹങ്ങളിൽ അവരുപയോഗിക്കുന്ന താലിമാരുണ്ടല്ലോ. ഈ താലിക്കകത്ത് 7 മുത്തുകളാവുള്ളത്, 7 മുത്തുകൾ കൊണ്ടുള്ള കുരിശാവുള്ളത് താലിമാലയ്ക്കകത്ത്. എന്താ അതിന്റെ അർത്ഥം? 7 കൂദാശകൾ പാലിക്കുന്നയാളാണ് ഞാൻ എന്നാണ് അവരതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ. അപ്പൊ ഓരോ ചിഹ്നങ്ങളും ഓരോ അടയാളങ്ങളാണ്, അല്ലെങ്കിൽ ഓരോ ആശയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, അത് മനസ്സിലാക്കുക. ഈ ആശയം വന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ട് ഇന്ന് പക്ഷെ അങ്ങനെയല്ല. അത് മാത്രമല്ല, കർത്താവ് ഓൾറെഡി സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടി മാനപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മളെ അങ്ങോട്ട് കർത്താവ് ചേർത്തു. നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരുന്ന കാര്യം, യേശു കർത്താവിന്റെ സർവ്വജ്ഞാനം വെളിപ്പെട്ടു, അവന്റെ ആർദ്രതയും. മൂന്നാമത്തെ കാര്യം, യേശു കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ്. ഒരു മധ്യസ്ഥനായി, ഒരു മഹാപുരോഹിതനായിട്ട് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയും അവർ മുഖാന്തരം വിശ്വസിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 17-ാം അധ്യായം 6 മുതൽ 12 വരെ.
17:6 മുതൽ 12 വരെ. മതി 20-ാം വാക്യം കൂടെ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, അപ്പൊ യേശു കർത്താവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ പ്രധാന തീം നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാണ്. ആര്? ശിഷ്യന്മാര് മാത്രമാണോ? അല്ല. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവർ മുഖാന്തരം വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടെ ഞാൻ. അപ്പൊ ആ കൂടെ ആരും ഉണ്ട്? നമ്മളും ഉണ്ട്, അല്ലെ? യേശു എനിക്ക് വേണ്ടി കൂടെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. നമുക്ക് വേണ്ടി കൂടെ യേശു പ്രാർത്ഥിച്ചു. അതൊരു ഭയങ്കര ആശ്വാസകരമായ കാര്യമാണ്. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരാള് ഉണ്ട്, അത് നമ്മുടെ കർത്താവാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് ഭയങ്കര ആശ്വാസകരമായ ഒരു കാര്യമാണ്. അപ്പൊ യേശു കർത്താവ് ഒരു മഹാപുരോഹിതനായി, ഒരു മധ്യസ്ഥനായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു കർത്താവിന്റെ സർവ്വജ്ഞാനം, യേശു കർത്താവിന്റെ ആർദ്രത, യേശു കർത്താവിന്റെ മഹാപൗരോഹിത്യം, ഇത്രയും കാര്യമാണ് ഈ ഒലിവ് മലയിൽ വെച്ച് എന്ത് ചെയ്തത്? വെളിപ്പെട്ടത്. അപ്പൊ നമുക്കുള്ള ഒരു പ്രായോഗിക പാഠം എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രായോഗിക പാഠം, ഈ അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് നമ്മൾ അറിവുള്ളവരാണ്. കാരണം ഈ ഒലിവ് മലയിൽ വെച്ചാണ് യേശു എന്ത് ചെയ്തത്? തന്റെ വിടവാങ്ങ പ്രസംഗം നടത്തുന്നത്. അങ്ങനെ ഒലിമലയ്ക്ക് പോകുന്ന വഴിക്കും അവിടെ വെച്ച് നടത്തി. അപ്പം ആ കൂട്ടത്തിലാണ് നമ്മൾ മത്തായി 24-25 കാണുന്ന അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചുള്ളത്. ഓക്കെ, അന്ത്യകാല അടയാളങ്ങൾ. അതായത് അന്ത്യകാലത്ത് എന്തെല്ലാം സംഭവിക്കാനായിട്ട് പോകുന്നു എന്ന് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്തുകൊണ്ടാ പറഞ്ഞേ? ഈ സംഭവങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ കർത്താവിന്റെ വരവ് അടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം സ്വിച്ച് ഇട്ടതുപോലെ നടക്കുന്ന കാര്യങ്ങളല്ല. ഓക്കെ, ഞാൻ ഒരു ഉദാഹരണം പറയാം. നമുക്ക് 24-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം ഒന്ന് വായിക്കാമോ? മത്തായി 24:4-5. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് നിങ്ങളെ എന്ത് ചെയ്യും? തെറ്റിക്കും. അതായത് നമ്മൾ ഈ വാക്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ യേശുവാണ് എന്ന് പറഞ്ഞ് ഒരാൾ വരികയും ആൾക്കാരെല്ലാം അവരുടെ പുറകെ പോവുകയും ചെയ്യുന്ന അർത്ഥത്തിലല്ല. അങ്ങനെ ആരെങ്കിലും പോകും? നമ്മളാരും പോകും? ഇപ്പൊ ഒരാൾ പറയാണ് കൊല്ലത്ത് ഞാനാണ് യേശു എന്ന് പറഞ്ഞാൽ, യേശു വന്നു കേട്ടോ, നമ്മൾ ആരും അങ്ങോട്ട് പോകും? നമ്മൾ ആരും അങ്ങോട്ട് പോകുന്നില്ല. ലോകത്തുള്ള ഒരു വിശ്വാസിയും അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ഈ കള്ള ക്രിസ്തു? ഈ ഗലാത്യ സഭയോട് പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കാത്ത ക്രിസ്തുവിനെ, ഞങ്ങൾ പ്രസംഗിക്കാത്ത സുവിശേഷം, ഞങ്ങൾ പ്രസംഗിക്കാത്ത ക്രിസ്തു, ഞങ്ങൾ പ്രസംഗിക്കാത്ത ആത്മാവിനെ പ്രസംഗിക്കും എന്ന് പറഞ്ഞാൽ, ഈ വിശ്വാസികൾ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന നിലയിലുള്ള ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു കാലമാകും അന്ത്യകാലം. അപ്പൊ ഇപ്പൊ നടക്കുന്ന പ്രസംഗം വീഴ്ച നോക്കണം. ഇപ്പോൾ പ്രസംഗിക്കുന്ന യേശു ബൈബിളിലുള്ള യേശുവാണോ? അതെയോ ബൈബിളിൽ പറയാത്ത യേശുവിനെ കുറിച്ച് ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അന്ത്യകാലത്തിലേക്കുള്ളയാണ്. സ്വിച്ച് ഇട്ടതുപോലെ ഒരു ദിവസം പെട്ടെന്ന് വന്ന് ഒരു എതിർ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയല്ല, ഗ്രാജുവലി അതിലേക്ക് മാറുകയാണ്. അങ്ങനെ മാറിക്കഴിയുമ്പോ അയ്യോ യഥാർത്ഥ ക്രിസ്തു ഇതാണോ എന്ന് വിശ്വാസികൾ പോലും തെറ്റിപ്പോകും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെ ന്യൂജൻ ചർച്ചുകളിൽ പ്രസംഗിക്കപ്പെടുന്ന യേശു അങ്ങനെയുള്ള യേശുവാണ്? ബൈബിളിൽ പറയുന്ന യേശുവാണോ? അല്ല. അവര് പറയുന്ന യേശു അനുഗ്രഹങ്ങൾ മാത്രം നൽകുന്ന യേശുവാണ്. നമ്മൾ അതിനെ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് വിളിക്കും. അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് സമൃദ്ധിയുടെ സുവിശേഷം. അവര് പറയുന്ന യേശു രോഗം മാറ്റുന്ന യേശു, ക്ഷീണം മാറ്റുന്ന യേശു, വീട് തരുന്ന യേശു, കാറ് തരുന്ന യേശു, മക്കളെ അനുഗ്രഹിക്കുന്ന യേശു. ഇതൊക്കെ ശരിയാ, യേശു അനുഗ്രഹിക്കും. പക്ഷെ യേശു വന്നതിന്റെ കാതലായ ഉദ്ദേശം വീട് തരികയല്ല, കാറ് തരികയല്ല,
വാഹനം തരികയല്ല, നമ്മുടെ രോഗത്തെ മാറ്റുകയല്ല, നമ്മുടെ വിദ്യാഭ്യാസം നൽകുകയല്ല. വന്നതിന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം നമ്മുടെ പാപത്തെ മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അത് പ്രസംഗിക്കപ്പെടുന്നില്ലെങ്കിൽ അവർ പ്രസംഗിക്കുന്ന വേറൊരു യേശുവിനെയാണ്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ, നമ്മൾ ഈ സുവിശേഷം നടത്തുമ്പോഴും ഈ മദ്യത്തിന്റെ ബോധം ചെയ്യുമ്പോൾ ആൾക്കാർക്കൊരു ധാരണ ഉണ്ടാകും, യേശു ആരാ? മദ്യം മാറ്റുന്നയാളാണ്, മദ്യപാനം മാറ്റുന്ന ആളാണ്. തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയുള്ള പ്രസംഗം ഉണ്ടാകുമ്പോൾ മനസ്സിലായിക്കോണം, ഇത് എങ്ങോട്ടുള്ള ഒഴുക്കാണ്. ഇതെങ്ങോട്ടുള്ള ഒഴുക്കാണ്? അന്ത്യകാലത്തിലേക്കുള്ള ഒഴുക്ക് ആണ്. ഇനി യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും, യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും. ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം ഉണ്ടാകാന്നല്ല, യുദ്ധങ്ങളുടെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാകുന്നു. ഇപ്പൊ തന്നെ നോക്കി, കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് മിക്കവാറും ദിവസങ്ങളിൽ എന്തുണ്ട്? യുദ്ധശ്രുതികളുണ്ട്, അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ട്. ഇന്നലെയും യുദ്ധത്തിൻ്റെതായ ഒരു കാര്യം സംഭവിച്ചു. ഞാൻ പറയുന്നത്, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ വരുമ്പോൾ ഇത് അന്ത്യകാലമാണെന്നല്ല, ഇത് അന്ത്യകാലത്തിലേക്കുള്ള ഒരു പോക്കാണ്. ഇനി കർത്താവ് പറഞ്ഞു, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലം നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നോണം? നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം. എന്താണ് ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെരൂശലേം ദേവാലയം പണിയപ്പെടും. യെരൂശലേം ദേവാലയം പണിയപ്പെട്ട് കഴിയുമ്പോൾ, യെരൂശലേം ദേവാലയത്തിൽ ഒരു 3.5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് മഹോദരവ കാലത്തിന്റെ 7 വർഷത്തിനിടയ്ക്ക് ഒരു 3.5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ദേവാലയത്തിനകത്തൊരു വിഗ്രഹത്തെ കൊണ്ടുവയ്ക്കും. അതാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോണം? അപ്പൊ യെരൂശലേം ദേവാലയം ഇന്നില്ല, അത് പണിയാൻ വേണ്ടി ഇങ്ങനെ ഒരുക്കം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. യെരൂശലേം ദേവാലയം പണിയപ്പെട്ട് കഴിയുമ്പോൾ എന്താ? അന്ത്യകാലഘട്ടം. അപ്പൊ ഇപ്പോഴുള്ള ഒരുക്കം എന്തിനുള്ള ഒരുക്കമാണ്? അന്ത്യകാലത്തിലേക്കുള്ള ഒരുക്കം ആണ്. അപ്പൊ നമ്മൾ ഈ ലോകത്തെ വീക്ഷിക്കേണ്ടത് ബൈബിളിലെ പ്രവചനങ്ങൾ നിവൃത്തീകരിക്കപ്പെടാൻ വേണ്ടി ഈ ലോകം ഒരുങ്ങുന്നു എന്ന നിലയിലാണ്. ഞാനിത് അന്ത്യകാലമാണെന്ന് പറയുന്നില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ നമ്മൾ ഈ കാലത്തെ കാണേണ്ടത് ബൈബിളിൽ പറയുന്ന അന്ത്യകാലഘട്ടത്തിലേക്കുള്ള ഒരുക്കമായിട്ട് നമ്മൾ ഈ ലോകത്തെ തിരിച്ചറിയണം. ഇപ്പം വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിനകത്താണ് 2 സാക്ഷികളെ കുറിച്ച് പറയുന്നത്. ഈ 2 സാക്ഷികൾ യെരൂശലേമിൽ പ്രവചിക്കും. അവർ ചിലരെ ഉപദ്രവിക്കും, ചിലരെ സംഹരിക്കുകയൊക്കെ ചെയ്യും. അവർ മരിച്ചു കഴിയുമ്പോൾ ഇവരെ അടക്കാനായിട്ട് സമ്മതിക്കത്തില്ല. 3 ദിവസം ഇവരുടെ ശവം യെരൂശലേമിന്റെ വീതികൾ കിടക്കും. എന്നിട്ട് വായിക്കുന്നത് ഇങ്ങനെയാണ്, സകല ഗോത്രക്കാരും ഭാഷക്കാരും സകല ജാതികളും എന്ത് ചെയ്യും? ഇവരുടെ ശവം കാണും. ഈ 1-ാം നൂറ്റാണ്ടിൽ യോഹന്നാൻ എഴുതുന്ന സമയത്ത് യാതൊരു സാധ്യതയും ഇല്ല കാണാനായിട്ട്. പക്ഷെ ഇന്ന് ഇത്രയും ടെക്നോളജി വർദ്ധിക്കുമ്പോൾ ഒരു വിരൽത്തുമ്പിനകത്ത് നമുക്ക് ഏത് രാജ്യത്തെയും കാര്യങ്ങൾ കാണാനായിട്ട് കഴിയുമ്പോൾ, അന്ത്യകാലത്ത് ദൈവം അയക്കുന്ന 2 സാക്ഷികളെ ലോകം മുഴുവൻ കാണിക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്ത് ചെയ്യണം? നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ പറയും ടെക്നോളജികൾ വർദ്ധിച്ചപ്പോൾ നമുക്ക് സമ്മാനങ്ങൾ പോലും എന്ത് ചെയ്യാം? കൊടുത്തയക്കും. ഇപ്പൊ എന്റെ ബർത്ത്ഡേ ആണെന്ന് ഇരിക്കട്ടെ, ഉദാഹരണത്തിന് ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാറ്. പക്ഷെ ഉദാഹരണത്തിന് എന്റെ ബർത്ത്ഡേ ആണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സമ്മാനം തരാൻ തോന്നുന്നു. ഇപ്പൊ ഞാൻ വളരെ ദൂരെയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു തേർഡ് പാർട്ടി ഏജന്റിനെ പിടിക്കാം, അവരോട് പറയാം, ഇന്നയാളുടെ ബർത്ത്ഡേ ആണ്, സമ്മാനം ഒന്ന് കൊടുക്കണം. അവര് കൃത്യ ദിവസം രാവിലെ വന്ന് എന്റെ ഡോറയും കൊണ്ടും എന്നിട്ട് പറയും ഹാപ്പി ബർത്ത്ഡേ, ഈ സമ്മാനം തരും. നമ്മൾ വായിക്കുന്നുണ്ട്, ഈ പ്രവാചകന്മാർ മരിച്ചത് കൊണ്ട് സമ്മാനങ്ങൾ കൊടുക്കുമെന്നല്ല, സമ്മാനങ്ങൾ കൊടുത്തയക്കും. അപ്പൊ ഇന്നൊരു തേർഡ് പാർട്ടി ഈ സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുമ്പോൾ ഇത് എന്തിനു വേണ്ടിയുള്ള ഒരുക്കമാണ്? അന്ത്യകാലത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. ഇനി 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ബാബിലോണിൽ വിൽക്കപ്പെടുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിനകത്തുള്ള ഒന്നാണ് മനുഷ്യദേഹവും മനുഷ്യ പ്രാണനും വിൽക്കപ്പെടും. മനുഷ്യദേഹവും മനുഷ്യ പ്രാണനും വിൽക്കപ്പെടും. ഈ മനുഷ്യന്റെ ദേഹം വിൽക്കപ്പെടുക എന്നതിന്റെ അർത്ഥം മനുഷ്യ പ്രാണൻ വിൽക്കപ്പെടുക. ശരീരം വിൽക്കുക എന്നുള്ള അർത്ഥമല്ല, മനുഷ്യന്റെ അവയവങ്ങൾ വിൽക്കപ്പെടും. ഇന്ന് നടക്കുന്നതല്ലേ? ഇന്ന് നമ്മുടെ പല കച്ചവടമാണ്. കിഡ്നി മാറ്റി വെക്കുന്ന സർജറി എത്ര നടക്കുന്നുണ്ട്? അതെല്ലാം അതിൽ പലതും ഇന്ന് കച്ചവടമാണ്. ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടാണ് കിഡ്നി കൊടുക്കുന്നത്, ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് കിഡ്നി വാങ്ങിച്ചു വെക്കുന്നത്. ഹാർട്ടിന്റെ സർജറി നടക്കുന്നു. ഹാർട്ട്
ഇത് ചെയ്യുന്നു, മാറ്റിവെക്കുന്നു, മറ്റ് അവയവങ്ങൾ മാറ്റിവെക്കുന്നു. ഇതിന്റെയൊക്കെ പിന്നെ ഭയങ്കര ബിസിനസ് നടക്കുന്നുണ്ട്. അന്ത്യകാലത്ത് ഇതിന്റെ ബിസിനസ്സുകൾ വർദ്ധിക്കും. ഒരു പഠനത്തിനകത്ത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ പന്നിയിൽ ഉൽപ്പാദിപ്പിക്കാം എന്നൊരു പഠനം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ എന്ത് ചെയ്യാം? പന്നി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അന്ത്യകാലമാകുമ്പോൾ ഇതിന്റെ കച്ചവടങ്ങൾ കൂടുതലായിട്ട് നടക്കും. അപ്പൊ ഇന്ന് അതിന്റെ ഒരുക്കങ്ങൾ കാണുമ്പോൾ ഇത് ഇന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യന്റെ ബുദ്ധിയെ അതങ്ങ് ഭയങ്കരമാണ് എന്ന് കരുതാതെ ഇത് ഈ ലോകം എന്തിനു വേണ്ടി ഒരുങ്ങുക? അന്ത്യകാലത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട്. അപ്പൊ അത് നമുക്കുള്ള ഒരു പ്രായോഗികമായ പാഠമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രസംഗം വായിക്കുമ്പോൾ അന്ത്യകാല സംഭവങ്ങൾ ആണ്, അതിലേക്കുള്ള ഒരുക്കമാണെന്ന് അറിയണം. അങ്ങനെയാണ് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കണം. നമുക്ക് വേണ്ടി കർത്താവ് മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ധൈര്യത്തിൽ നമുക്ക് ജീവിക്കാം. രണ്ടാമത്തെ പാഠം അതാണ്. ഒന്നാമത്തെ പാഠം അന്ത്യകാലത്തെ കുറിച്ച് അറിവുള്ളവരാകുക. രണ്ടാമത്തെ പാഠം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ വായിച്ചില്ലേ? ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവർ മുഖാന്തരം വിശ്വസിക്കാനുള്ളവർക്കും കൂടെ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അപ്പം യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ യോഹന്നാൻ 2 വായിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു. നിങ്ങൾ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നമ്മുടെ നീതിമാനായ കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ സന്നിധിയിലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത. എവിടെയാണ് പറയുന്നത്? എന്തുവാ? ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ച് കൊള്ളുക. തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തിന്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലുക. അപ്പൊ നമുക്കൊരു ധൈര്യമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എനിക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്ന ഒരാള് സ്വർഗത്തിലുണ്ട്, ഉയരത്തിൽ ഉണ്ട്. അത് നമുക്ക് തരുന്ന ധൈര്യം വലുതാണ്. കാരണം പലപ്പോഴും ആലോചിച്ച് നോക്കി, നമ്മളൊരു രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കട്ടെ. ഇപ്പൊ നമ്മുടെ സമയം ഒരു സഹോദരൻ വിളിച്ചു, ചോദിച്ചു എന്തോട്ട് വിശേഷമൊക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട്, രോഗമൊക്കെ കുറവുണ്ട്? കുറവുണ്ട്, കുഴപ്പമില്ല. അപ്പൊ അപ്പുറത്തിറങ്ങി പറയുകയാണ്, സാരമില്ല സഹോദരൻ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്നതിനേക്കാൾ 100 ഇരട്ടി സന്തോഷമാണ് ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പം ആ വാക്ക് നൽകിയിട്ടുള്ളത്. ശരിയല്ലേ? അല്ലെ? ഇപ്പം ഓക്കെ, ഇനിയിപ്പോ എന്താ? പക്ഷെ ആ അവസ്ഥയിലോട്ട് കടന്നു പോകുമ്പം എനിക്ക് വേണ്ടി ഒരാള് പ്രാർത്ഥിക്കും. അത് ഭയങ്കര ധൈര്യം. ഒന്ന് ആലോചിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു കർത്താവ്, എനിക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ്, അത് വലിയ ധൈര്യം നമുക്ക് നൽകി തരട്ടെ. അവൻ നമ്മളെ മുൻപോട്ട് നയിക്കാൻ ആ പ്രാർത്ഥന നമുക്ക് സഹായമാണ്. മൂന്നാമത്തെ സ്ഥലം ഗെത്സമന തോട്ടമാണ്. ഗെത്സമന തോട്ടം. അവിടെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് 7 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം, യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി. ഇപ്പൊ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ 11 പേരാണ് ഉള്ളത്. ഓൾറെഡി യൂദ പോയല്ലോ, ബാക്കി 11 പേരുണ്ട്. ഈ 11 പേരിൽ നിന്ന് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും എന്ത് ചെയ്തു? വേറിട്ട് വിളിച്ചു. വേറിട്ട് വിളിച്ചിട്ട് എന്ത് ചെയ്തു? ഇവരെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോയി. ഇവരുടെ കൂടെ പ്രാർത്ഥിക്കാനല്ല, അവരുമായി കുറച്ചു നേരം സമയം ചെലവഴിച്ചിട്ട് യേശു പിന്നെ മാറിപ്പോയി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ശരിക്കും നമ്മൾ ഈ ശിഷ്യന്മാരുടെ പട്ടിക പരിശോധിച്ചാൽ, ശിഷ്യന്മാരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ, മത്തായിലുണ്ട്, ലൂക്കോസിലുണ്ട്, മർക്കോസിലുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളിലുമുണ്ട് ശിഷ്യന്മാരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ശിഷ്യന്മാർ ലിസ്റ്റിനകത്തെല്ലാം 3 ഗ്രൂപ്പുകളുണ്ട്. 3 ഗ്രൂപ്പുകളുണ്ട്. അത് എനിക്ക് തോന്നുന്നു 4 പേര് വെച്ചുള്ള 3 ഗ്രൂപ്പുകളാണ്. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിന്റെയും ആദ്യം വരുന്നത് പത്രോസാണ്. എല്ലാത്തിലും ആദ്യം വരുന്ന ആള് പത്രോസാണ്. രണ്ടാമത്തെ ആള് യാക്കോബ്, മൂന്നാമത്തെ ആള് യോഹന്നാൻ. ഇപ്പൊ ശിഷ്യന്മാരുടെ അകത്ത് ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. 4 പേരുള്ള 3 ഡിവിഷൻ. ആ 4 പേരുള്ള ഡിവിഷന്റെ പ്രധാനികളായിരുന്നു ആര്? പത്രോസ്, യാക്കോബും. പത്രോസ് ശിഷ്യന്മാരുടെ ഒന്നാമനായിരുന്നു. മാത്രമല്ല, ആദ്യത്തെ 4 പേരുടെ തലവൻ പത്രോസാണ്. അടുത്ത 4 പേരുടെ തലവൻ യാക്കോബാണ്. അടുത്ത 4 പേരുടെ തലവൻ യോഹന്നാനാണ്. അപ്പൊ ഈ 3 പേരെ എന്ത് ചെയ്തത്? ലീഡേഴ്സിനെ വിളിച്ചോണ്ട് പോയിട്ടാണ്
ആര് പ്രാർത്ഥിക്കാൻ പോകുന്നത്? യേശു പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾ വീട്ടിൽ പോയി ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി. പേരുകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്, പക്ഷെ ഈ 3 പേരുടെ പേര് മാറുന്നില്ല. പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും പേര് മാറുന്നില്ല. അതെപ്പോഴും കൃത്യമായ ഓർഡറില്ല. അതിനകത്തുള്ള ആൾക്കാർ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നു. അപ്പൊ അത് ഒരു ഡിവിഷനെ കാണിക്കുന്നു, ആ ഗ്രൂപ്പിനെ കാണിക്കുന്നു. ആ ഗ്രൂപ്പിന്റെ പ്രധാനികളെ കൊണ്ട് യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ തോട്ടത്തിനകത്തേക്ക് പോയി. വാക്യങ്ങൾ മത്തായി 26:36 മുതൽ 38 വരെ. പ്രധാന സംഭവങ്ങൾ: 1, യേശു പത്രോസ് യാക്കോബ് എന്നിവരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. രണ്ടാമത്തെ കാര്യം, യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ കാര്യം, യേശു കർത്താവ് പ്രാർത്ഥിച്ചു. ലൂക്കോസ് 22:39-46 വരെ. ലൂക്കോസ് 22:39-46 വരെ. മൂന്നാമത്തെ കാര്യം, ശിഷ്യന്മാരുടെ ഉറക്കവും. ശിഷ്യന്മാര് പകലും വന്ന് അധ്വാനിച്ചു, പെസഹയൊക്കെ കഴിച്ചു, അല്ലെ? അപ്പൊ കഴിച്ചതിന്റെ ഒരു ഭാരമുണ്ട്, കഴിച്ചതിന്റെ ഒരു ക്ഷീണമുണ്ട്, പകലത്തെ അധ്വാനത്തിന്റെ ക്ഷീണമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരിരുന്ന് ശിഷ്യന്മാരുടെ ഉറക്കം ഒരു പ്രധാന സംഭവമാണ്. മത്തായി 26:40 മുതൽ 41 വരെ. മത്തായി 26:40 മുതൽ 41 വരെ. ഇനി യൂദ ചുംബനത്തോടെ യേശുവിനെ കാണിച്ചു കൊടുത്തു. യൂദ ചുംബനത്തോടെ യേശുവിനെ കാണിച്ചു കൊടുത്തു. മത്തായി 26:47 മുതൽ 50 വരെ. യൂദ ചുംബനത്തോടെ യേശുവിനെ കാണിച്ചു കൊടുത്തു. മത്തായി 26:47 മുതൽ 50 വരെ. അഞ്ചാമത്തെ കാര്യം, യേശു ശിഷ്യന്മാരെ സ്വതന്ത്രരാക്കി. യേശു ശിഷ്യന്മാരെ സ്വതന്ത്രരാക്കി. യോഹന്നാൻ 18:4 മുതൽ 9 വരെ. യോഹന്നാൻ 18:4 മുതൽ 9 വരെ. ആറാമത്തെ കാര്യം, പത്രോസ് മഹാപുരോഹിതന ദാസനെ വെട്ടി. പത്രോസ് മഹാപുരോഹിതന ദാസനെ വെട്ടി. യോഹന്നാൻ 18:10 മുതൽ 11 വരെ. ലൂക്കോസ് 22:51. യോഹന്നാൻ 18:10 മുതൽ 11 വരെ. ലൂക്കോസ് 22:51. ഏഴാമത്തെ കാര്യം, യേശു പടയാളികൾ തന്നെ പിടിച്ചുകൊണ്ട് പോകേണ്ടതിനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശു പടയാളികൾ തന്നെ പിടിച്ചുകൊണ്ട് പോകേണ്ടതിനായി തന്നെത്താൻ ഏൽപ്പിച്ച് കൊടുത്തു. മത്തായി 26:52 മുതൽ 56. ഈ 7 പ്രധാന സംഭവങ്ങളാണ് ഗെത്സമന തോട്ടത്തിൽ വെച്ച് നടക്കുന്നത്. ഇവിടെ നമുക്ക് വെളിപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശു കർത്താവിന്റെ ദൈവത്വം. യേശു കർത്താവ് വായിക്കാം നമുക്ക്. 18-ാം അധ്യായം 4 മുതൽ 8 വരെ. യോഹന്നാൻ 18:4-8 വരെ. യോഹന്നാൻ 18:4-8 വരെ. യേശുവിന്റെ ദൈവത്വം വെളിപ്പെടുന്ന പറഞ്ഞ കാര്യം, യേശു പറയുകയാണ്, അത് ഞാനാ, നസ്രയനായ യേശു ഞാനാ. ഇത് പറഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായ പ്രതികരണം എന്താ? ആദ്യം ഇവരെല്ലാം നിലത്തേക്ക് വീഴുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പഴയ നിയമത്തിനകത്ത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന പ്രയോഗമില്ലേ, അതിന്റെ എക്സാക്ട് വേർഷനാണ്, അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു പ്രയോഗമാണ് യേശു കർത്താവ് ഇവിടെ ചെയ്യുന്നത്. യേശു കർത്താവിന്റെ ആ ദൈവത്വത്തിന്റെ മുൻപിൽ, അല്ലെങ്കിൽ ആ ഗാംഭീര്യതയുടെ മുൻപിൽ ഇവരൊക്കെ നിലത്ത് വീഴുകയാണ്. യേശുവിന്റെ ദൈവത്വം അവിടെ വെളിപ്പെടും. ഇനി യേശു കർത്താവ് സ്വയമായിട്ട് എന്ത് ചെയ്തു? എന്നെ അതിനെ എന്ത് ചെയ്തോട്ടെ, ഇവര് പൊക്കോട്ടെ. ശിഷ്യന്മാരെ വെറുതെ. യേശു കർത്താവിന്റെ വിധേയത്വം, യേശു കർത്താവ് തന്നെത്താൻ പിടിക്കപ്പെടാനായിട്ട് ഏൽപ്പിച്ച് യേശു കർത്താവിന്റെ ദൈവത്വവും യേശു കർത്താവിന്റെ വിധേയത്വം, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ താഴ്മയും ഈ ഭാഗത്ത് നമുക്ക് വെളിപ്പെടുകയാണ്. നമുക്കുള്ള ഒരു 1-2 പ്രായോഗിക പാഠം പറയുന്നത്, ഒന്ന്, യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ എന്താ പാഠം നമുക്കുള്ളത്? വിജയത്തിന് പ്രാർത്ഥന അനിവാര്യമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. മത്തായി 26:41 വാക്യം. മത്തായി സുവിശേഷം 26:41 വാക്യം.
പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ശിഷ്യന്മാര് അല്പസമയം കഴിയുമ്പോൾ യേശുവിനെ തനിച്ചാക്കി ഓടി മറയുന്നുണ്ട്. കുറച്ച് കഴിയും പത്രോസ് യേശുവിനെ തള്ളി പറയുന്നുണ്ട്. അപ്പൊ ഇതിലേക്കൊക്കെയുള്ള ദൂരം കുറയാൻ, അല്ലെങ്കിൽ അവിടെയൊക്കെ വിജയിക്കാൻ കഴിയുമായിരുന്നു എന്ത് ചെയ്തിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. എല്ലാ വിജയത്തിന്റെയും പിന്നിൽ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. പ്രാർത്ഥന ഒരിക്കലും മാറ്റി വെക്കരുത്. ഞാൻ പറയുന്നത് കൃത്യമായ ദിവസം പ്രാർത്ഥിക്കണമെന്നല്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് കൃത്യമായ സമയത്ത് എന്നും പ്രാർത്ഥിക്കാന്നുള്ളതല്ല, ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകും. ഇപ്പൊ നമുക്ക് എന്നും 8 മണിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വരുന്നില്ല, പക്ഷെ എന്നും പ്രാർത്ഥിക്കാൻ പറ്റും. ചിലപ്പം ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം, വണ്ടി ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കാം, അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമ്മൾ നടക്കാൻ ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. പ്രാർത്ഥന ഇല്ലെങ്കിൽ അത് വലിയ പരാജയമായിട്ട് മാറാൻ വരുന്ന സാധ്യതയില്ല. കാരണം പിശാച് എപ്പോഴും ഭയപ്പെടുന്നത് പ്രാർത്ഥിക്കും ദൈവമക്കളെയാണ്. ഈ പ്രാർത്ഥിക്കും ഭയങ്കര ദൈവികമായ കരുതലും സംരക്ഷണവും ധൈര്യവും നടത്തിപ്പും ഉണ്ടാവുകയാണ്. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സമയം മാറ്റി വെക്കുക. അത് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലത് കൂടെയാണ്. ഞാനത് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് ജോലി ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു കുറച്ച് സമയമെങ്കിലും ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ വിജയം. ഒരു കൃപയുടെ വലിയ സാധ്യത ഈ പ്രാർത്ഥനയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾക്ക് വാതിൽ തുറന്നു കിട്ടാനും പ്രസംഗിക്കേണ്ടതിന് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ വചനം കിട്ടേണ്ടതിനും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹവും പ്രാർത്ഥിക്കുന്നുണ്ട്. യേശു കർത്താവ് രാത്രികളിൽ മലയിൽ പോയി പ്രാർത്ഥിക്കും, രാവിലെ വിജനമായ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കും, ഇടവേളകളിൽ പ്രാർത്ഥിക്കും, അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പ്രാർത്ഥിക്കും. യേശു കർത്താവ് പ്രാർത്ഥനാ നിരതനായിരുന്നു. യേശു കർത്താവിന്റെ സഹോദരനായ യാക്കോബ് വായിക്കുന്നത് ജസ്റ്റ് ജേക്കബ്, ഈ ഒട്ടകത്തിന്റെ മുഴങ്ങാനുള്ള ക്യാമൽസ് നീ ഉള്ള മനുഷ്യനാണ്. ഈ ഒട്ടകം ഇരിക്കുന്ന വെച്ചൊക്കെ മുട്ടുകുത്തിയിടും, അവിടെ മുട്ടയിരുന്നുണ്ടാവും, തഴമ്പ് ഉണ്ടാവും. ഇദ്ദേഹത്തിന്റെ കാലിൽ ഒട്ടകത്തിന്റെ കാലുകൾ പോലെ, മുട്ടുകൾ പോലെ തഴമ്പുള്ള മുട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒന്നും അങ്ങനെയല്ല, എന്റെ ഉൾപ്പെടെ അങ്ങനെയല്ല. അപ്പോ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യമാണ്. പ്രാർത്ഥന അനിവാര്യമാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ ഹിതത്തിന് പ്രാധാന്യം കൊടുക്കുക. കർത്താവ് എന്തുവാ? 42 വാക്യം വായിച്ചു നോക്കി. 42 ഇപ്പൊ വായിച്ചതിന്റെ അടുത്ത വാക്യം. പിതാവേ, ഞാൻ കുടിക്കാതെ നീ കൂടെ ആയെങ്കിൽ നിന്റെ ഇഷ്ടം, ദൈവമേ നിന്റെ ഹിതം. ദൈവത്തിന്റെ ഹിതത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇംഗ്ലീഷിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ഡിയർ ഗോഡ്, യുവർ വിൽ, നത്തിങ് മോർ, നത്തിങ് ലെസ് ആൻഡ് നത്തിങ് എൽസ്. ദൈവമേ നിന്റെ ഹിതം, അതിൽ കുറഞ്ഞതൊന്നും വേണ്ട, അതിൽ കൂടുതലൊന്നും വേണ്ട, അതല്ലാതെ വേറെ ഒന്നും വേണ്ട. നമുക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടാവണം, എന്റെ ജീവിതത്തിൽ ദൈവമേ നിന്റെ ഹിതം, അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും വേണ്ട, അതിൽ കുറവായിട്ട് എനിക്കൊന്നും വേണ്ട, അതല്ലാതെ വേറെ ഒന്നും എനിക്ക്. ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുക്കുക. മൂന്നാമത്തെ ഒരു കാര്യം കർത്താവ് പറഞ്ഞു പത്രോസിനോട്, നിന്റെ വാൾ ഉറയിൽ ഇടുക. നിന്റെ വാൾ ഉറയിൽ ഇടുക. വാൾ എടുക്കുന്നവനൊക്കെ വാളാണ്. വായിക്കാം നമുക്ക് മത്തായി 26:52. മത്തായി 26:52. വാളെടുക്കുന്നവനൊക്കെ വാളാൽ നശിക്കും. ഇനി നമുക്ക് ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 35 മുതൽ 38 വായിക്കാമോ? ലൂക്കോസ് 22-ന്റെ 35 മുതൽ 38 വരെ.
യേശുകർത്താവ് ഒരിടത്ത് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, ഉള്ളതൊക്കെ വിറ്റ് വാള് മേടിക്കണം, അല്ലെ? നിങ്ങൾ വസ്ത്രം വിറ്റാൻ എന്ത് ചെയ്യണം, വാള് വാങ്ങിക്കണം. അടുത്തടുത്ത് പറഞ്ഞു, വാൾ എന്ത് ചെയ്തോണം, ഉറയില്. അതെന്ത് പരിപാടിയല്ലേ? വാള് മേടിക്കാനും പറഞ്ഞു, ആ വാള് ഉപയോഗിക്കാനും പാടില്ല. ഞാൻ ചോദിക്കട്ടെ, എന്താണ് അങ്ങനെ പറഞ്ഞത്? നമുക്കൊരാളെ അടിക്കാൻ നമ്മുടെ കയ്യിൽ വടിയുണ്ട്, എന്നിട്ട് നമ്മൾ അടിക്കുന്നില്ല. ഓക്കെ, നമ്മുടെ കയ്യിൽ വടിയില്ല, നമ്മൾ അദ്ദേഹത്തെ അടിക്കുന്നില്ല. ഇതിലേതാ നല്ല, ഏതാ നമ്മുടെ സ്വഭാവത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നത്? വടി ഉണ്ടായിട്ടും ഞാൻ ആളെ അടിക്കുന്നില്ലെങ്കിൽ അതെന്റെ ക്വാളിറ്റിയാണ്. ക്ഷമിക്കാനുള്ള എന്റെ മനോഭാവമാണ്, അവനോട് പൊറുക്കാനുള്ള എന്റെ മനസ്സാണ്. അപ്പൊ ഈ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് നമുക്ക് അടിക്കാൻ കെൽപ്പില്ലാത്തത് കൊണ്ട് അടിക്കാത്തതല്ല, അല്ലെങ്കിൽ നമുക്ക് എതിർക്കാനുള്ള സംവിധാനങ്ങളോ ശക്തിയോ ഇല്ലാത്തത് കൊണ്ട് ചെയ്യാത്തതല്ല. വാളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഉറയില്ല. നമുക്ക് വാളെടുത്ത് കുത്താൻ വാളുണ്ട്, വാൾ ഉണ്ടായിട്ട് വെട്ടാത്തതല്ല, വാള് ഇല്ലാത്തത് കൊണ്ട് വെട്ടാത്തതല്ല, വാൾ ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നില്ല, വെട്ടുന്നില്ല. അതാണ് ധീരത, അതാണ് സ്വഭാവത്തിന്റെ സവിശേഷത, അതാണ് ക്രിസ്തീയതയുടെ മഹത്വം. അല്ലാതെ അയ്യോ അവര് ആത്മരമില്ലാത്തവരാ അതുകൊണ്ട് അവര് ധീര, അങ്ങനെയല്ല. ക്രിസ്ത്യാനികൾക്ക് ഉള്ളതുപോലെ ആൾബലം വേറെ ആർക്കുമില്ല. നമ്മളെല്ലാവരും കൂടെ, എല്ലാ ക്രിസ്ത്യാനി വെച്ചു കഴിഞ്ഞാൽ ഇത്രയും ആൾബലം വേറൊരു മതത്തിനുമില്ല, ക്രിസ്ത്യാനിന്റെ മതം അല്ലെങ്കിൽ പോലും. പക്ഷെ നമ്മൾ അങ്ങനെ നിൽക്കാത്തതും എതിർക്കാത്തതിന്റെ കാരണം കർത്താവ് പറഞ്ഞു, എന്ത് ചെയ്തേക്കുക, വാളുറയിലിട്ടു, വാള് കൈ വെച്ചു, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, നീ വാൾ ഉണ്ടായിട്ടും വെട്ടാതിരിക്കണം, നീ വടി ഉണ്ടായിട്ടും അടിക്കാതിരിക്കണം. നിനക്കാനുള്ള ആംബിയറുണ്ട് എന്റെ ഭാഷയിൽ പറഞ്ഞു, പക്ഷെ ക്രിസ്തുവിനെ മാറില്ല. അപ്പൊ നമുക്കുള്ള പാഠം എന്ന് പറയുന്നത് താഴ്മയോടെ, സ്നേഹത്തോടെ, വിനയത്തോടെ പെരുമാറാൻ. നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് മത്സരിക്കാനോ ജയിക്കാനോ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ പരാജയപ്പെടുത്താനോ ഒക്കെ നമുക്ക് കഴിവുണ്ടായിരിക്കാം. പക്ഷെ വാളെടുക്കാൻ നമ്മളില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, വാളുറയിൽ. അത് മാത്രമല്ല, ആ തത്വം വാളെടുക്കുന്നവരൊക്കെ വാളാണ്. ഇതൊരു സാർവത്രികമായ തത്വമാണ്. ആരൊക്കെ ആയുധങ്ങൾ കൊണ്ട് മറ്റുള്ള ജീവിതങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ആയുധങ്ങൾ കൊണ്ട് കാലം മറുപടി പറഞ്ഞിട്ടുണ്ട്. അവർക്കോ അവരുടെ മക്കൾക്കോ കാലം മറുപടി പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാര് പോലും എത്രയോ തവണ വാളെടുത്തു, എത്രയോ തവണ അവർ വാളിന് ഇരയായി. അപ്പൊ നമുക്കുള്ള പാഠം എത്രയേ ഉള്ളൂ, എന്ത് ചെയ്തോളൂ, താഴ്മയോടെ വിനയത്തോടെ നമ്മൾ ജീവിക്കുക. അവസാനത്തെ സ്ഥലം മത കോടതിയാണ്. മത കോടതി. യേശുവിനെ ഈ തോട്ടത്തിൽ വെച്ച് പിടിച്ചിട്ട് യേശുവിനെ ആദ്യം കൊണ്ടുപോകുന്നത് ഹന്നാവിന്റെ അടുക്കലേക്കാണ്. ഹന്നാവ് നമുക്ക് വായിക്കാം, യോഹന്നാൻ 18:12 മുതൽ 14 വരെ. യോഹന്നാൻ 18:12 മുതൽ 14 വരെ. ഒന്നാമത് ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. ഹന്നാവ് ആരായിരുന്നു? വായിച്ചു, അവിടെ തന്നെയുണ്ട്. മഹാപുരോഹിതനായ കയ്യാഫിന്റെ അമ്മായപ്പനാണ് ആര്? ഹന്നാവ്. ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. ആ യഹൂദന്മാരോട് കയ്യാഫ ആലോചന പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യൻ എല്ലാവർക്കും വേണ്ടി മരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ ഹന്നാവ് ആ കാലത്തെ മഹാപുരോഹിതനല്ല, പക്ഷെ മഹാപുരോഹിതന്റെ അമ്മായപ്പൻ. അദ്ദേഹത്തിന് ബന്ധമുണ്ട്, ചില അധികാരങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹത്തിന് യേശുവിനെ കൊണ്ടുപോയി. ഒന്നാമത്തെ ന്യായാധിപൻ ഹന്നാവ്.
അവിടുന്ന് എന്ത് ചെയ്തു? യേശുവിനെ കയ്യാഫാവിന്റെ അടുക്കിലേക്കും ന്യായാധിപ സംഘത്തിലോട്ട് കൊണ്ടുപോയി. വാക്യം മത്തായി 26 57 മുതൽ 68 വരെ. 57 58 മാത്രം വായിക്കാമോ? മത്തായി 26 57 58. ഓക്കെ, ആദ്യം ഹന്നാവിനെ കൊണ്ടുപോയി, അവിടുന്ന് കൊണ്ടുപോയി കയ്യാഫാവിന്റെ അടുക്കിലേക്കും സന്നദ്ധരീം സംഘം, അത് യഹൂദന്മാരുടെ ഒരു 70 പേരുള്ള ഒരു ന്യായാധിപ കോടതിയാണ്. ഒരു ന്യായാധിപ കോടതിയാണ്. അപ്പം ആ കോടതിയുടെ മുമ്പിൽ എന്ത് ചെയ്യാം? യേശുവിനെ വിസ്തരിക്കുകയാണ്. അപ്പൊ ആദ്യം ഹന്നാവ്, രണ്ടാമത് കയ്യാഫാവ്, 3 സന്നദ്ധരി സംഘം. ഈ 3 ഇടങ്ങളിലായിട്ട് യേശുവിനെ വിസ്തരിക്കുന്നു. യേശുവിന്റെ നേരെ അവര് ദൈവദൂഷണം ആരോപിക്കുന്നു, യേശുവിനെ അവർ ഉപദ്രവിക്കുന്നു, യേശുവിനെ പത്രോസ് തള്ളി പറയുന്നു, പത്രോസ് മാനസാന്തരപ്പെട്ട് കരയുന്നു. ഇത്രയും സംഭവങ്ങളാണ് ഈ മതകോടതിയുടെ ചുറ്റുവട്ടങ്ങളിൽ നടന്നത്. ഒന്നാമത്തെ സംഭവം യേശുവിനെ ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോകുന്നു. രണ്ടാമത്തെ സംഭവം കയ്യാഫിന്റെ അടുക്കൽ കൊണ്ടുപോകുന്നു. മൂന്നാമത്തെ സംഭവം സന്നദ്ധരീം സംഘം, മത കോടതി, 70 പേരുള്ള ന്യായാധിപ സംഘം അവിടെ കൊണ്ടുപോകുന്നു. അതാണ് 3 പ്രധാന സംഭവങ്ങൾ. പിന്നെ യേശുവിന്റെ പേര് എന്ത് ചെയ്യുന്നു? കുറ്റങ്ങൾ, കള്ള കുറ്റങ്ങൾ ആരോപിക്കുന്നു, യേശുവിനെ മർദ്ദിക്കുന്നു, പത്രോസ് യേശുവിനെ തള്ളി പറയുന്നു, പത്രോസ് യേശുവിന്റെ അടുക്കിലേക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വരും. നമുക്ക് അവിടുന്ന് പഠിക്കാൻ കഴിയുന്ന യേശുവിന്റെ പാഠങ്ങൾ. ഒന്നാമത്തെ കാര്യം, യേശു പറയുന്ന ഒരു ഉത്തരമുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 26-ാം അധ്യായത്തിന്റെ 64-ാമത്തെ വാക്യം. 26-ന്റെ 64-ാമത്തെ വാക്യം. മത്തായി 26:64. യേശു മശിഹയാണ്, അല്ലെങ്കിൽ മനുഷ്യപുത്രനാണ്, ദൈവത്തിന്റെ പുത്രനാണ് എന്ന് യേശു കർത്താവ് തെളിയിക്കുകയാണ്. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, മശിഹ. ഇനി യേശു കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയും ഉണ്ടാകും എന്ന് യേശു കർത്താവ് പറയുകയാണ്. നീ കാണും, അവൻ മഹത്വന്റെ വയസ്സിൽ വരുന്നത് നീ കാണും എന്ന് യേശു കർത്താവ് പറയുകയാണ്. യേശു കർത്താവിന്റെ ദൈവത്വം, ദൈവപുത്രനാണ്, മനുഷ്യപുത്രനാണ്, മശിഹയാണ്, രാജാവാണ് എന്നെല്ലാം എന്ത് ചെയ്യുന്നു? അവിടെ തെളിയിക്കപ്പെടും. ഞാൻ ഇവിടുന്ന് ഒരു പാഠം മാത്രം പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കാം. യേശു കർത്താവ് ഈ ലൂക്കോസ് 22-ന്റെ 61-ാമത്തെ വാക്യം. ലൂക്കോസ് 22-ന്റെ 61-ാമത്തെ വാക്യം. മതി. ഈ പത്രോസ് മാനസാന്തരപ്പെട്ട് കരഞ്ഞതിന്റെ പുറകിലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശു കർത്താവ് പത്രോസിനെ ഒന്ന് നോക്കി. യേശുവിന്റെ കണ്ണുകൾ, ആ കണ്ണുകൾ സംസാരിച്ച ഭാഷ, അത് ഒരു കുറ്റപ്പെടുത്തലിന്റെ ആയിരുന്നില്ല, അല്ലെങ്കിൽ ദുഃഖത്തിന്റെ മേൽ ദുഃഖം വീണ്ടും കൂട്ടുന്നത് ആയിരുന്നില്ല. മടങ്ങി വിളിക്കുന്ന, സാരമില്ല എന്ന് പറയുന്ന ഒരു നോട്ടമായി. നമ്മുടെ കണ്ണുകളാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. കണ്ണുകൾക്ക് ഭയങ്കര എന്താ പറയാ, കണ്ണുകൾ തമ്മിലുള്ള ഈ ആശയ സമ്പർക്കങ്ങളുണ്ട്, അല്ലെ? പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് ഓടരുതെന്ന് അമ്മ പറയുന്നു, പക്ഷെ കുഞ്ഞ് കേൾക്കാൻ ഓടുന്നു. കുഞ്ഞവിടെ തെന്നി വീഴുന്നു. അമ്മയുടെ നോട്ടം എങ്ങനെയായിരിക്കും, അല്ലെ? ആ നോട്ടത്തിന് ഒരു മീനിങ് ഉണ്ട്, അല്ലെ? അല്ലെങ്കിൽ പറയുന്ന കാര്യം അനുസരിക്കാതെ വരുമ്പോൾ നമ്മുടെ നോട്ടം കൊണ്ട് ആൾക്കാർക്ക് അറിയാം എന്താ ഉദ്ദേശിക്കുന്നതെന്ന്, അല്ലെ? അപ്പൊ നമ്മുടെ കണ്ണുകൾ പലപ്പോഴും പല ആശയങ്ങൾ കൈമാറുന്നുണ്ട്. അപ്പൊ യേശുവിനെ പത്രോസിനെ തള്ളി പറയുകയാണ്, എനിക്ക് യേശുവിനെ അറിയത്തില്ല, അവൻ ആരാന്ന് പോലും അറിയത്തില്ല, ഞാൻ ശപിക്കുന്നൊക്കെ ഉണ്ട്, പ്രാകുന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഒരു ഗതികേട് ഈ രാത്രി ഒന്ന്
വിട്ടുപോയെന്നൊക്കെ പറയുന്നുണ്ടാകും. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ യേശു കർത്താവ് തിരിഞ്ഞു നോക്കുന്ന നോട്ടം, സാരമില്ല, കുഴപ്പമില്ല, ഇനിയും അവസരങ്ങളുണ്ട് എന്ന രീതിയിലാണ്. യേശുവിനെ പോലെ നമുക്ക് ഒന്ന് നോക്കാൻ കഴിഞ്ഞെങ്കിൽ അതേറ്റവും നല്ലതായിരിക്കും. യേശുവിന് ഈ ഭാഗം ആരംഭിക്കുമ്പോൾ ഒരു തുവർത്തുണ്ട് അല്ലെ? ഈ വ്യാഴാഴ്ച ആരംഭിക്കുമ്പോൾ യേശുവിനൊരു തുവർത്ത് ഉണ്ട്. അരയിൽ കെട്ടിയ ദാസന്റെ തുവർത്ത്, ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി തുടയ്ക്കുന്ന ഒരു തുവർത്ത്. ഈ ദിവസം അവസാനിക്കുമ്പോൾ യേശുവിന് ഒരു നോട്ടമുണ്ട്, മടങ്ങി വരാനുള്ള ആഹ്വാനം കൊടുക്കുന്ന, തിരിച്ചു വാ എന്ന് പറയുന്ന ഒരു നോട്ടം. ആ നോട്ടം കൊണ്ട് പത്രോസ് പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു, മാനസാന്തരപ്പെട്ടു. ആ പത്രോസാണ് പിന്നീട് കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടത്. പക്ഷെ ഈ രാത്രി ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ കെട്ടിഞ്ഞാന്ന് ചാവുന്നു. അതേ രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ യൂദ കെട്ടിഞ്ഞാന്ന് ചാവുന്നു. അപ്പൊ യേശു കർത്താവിന്റെ നോട്ടം പത്രോസിനെ അടക്കി. നമുക്കും പിന്മാറിപ്പോയവരുണ്ടാകാം, പിണങ്ങിപ്പോയവരുണ്ടാകാം, നമ്മളെ തള്ളി പറഞ്ഞവരുണ്ടാകാം, നമ്മളെ വേണ്ടാന്ന് പറഞ്ഞവരുണ്ടാകാം. അവരെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് തീക്ഷ്ണതയല്ല, ആർദ്രത ഉണ്ടാകും. നമ്മുടെ കണ്ണുകൾ സംസാരിക്കട്ടെ. ആളുകൾ നമ്മുടെ അടുക്കിലേക്ക് ഓടി വരാൻ മടങ്ങരണ്ടയാവട്ടെ. നമ്മൾ പ്രധാനമായിട്ട് പഠിച്ച കാര്യം ഓർത്തെടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മൾ യേശുവിനെ കുറിച്ച് കണ്ട കാര്യങ്ങൾ. വ്യാഴാഴ്ച യേശുവിന്റെ ദൈവത്വം വെളിപ്പെട്ടു, യേശുവിന്റെ മനുഷ്യത്വം വെളിപ്പെട്ടു, യേശുവിന്റെ ദാസ്യ മനോഭാവം വെളിപ്പെട്ടു, യേശുവിന്റെ കർത്തൃത്വം വെളിപ്പെട്ടു, യേശുവിന്റെ മഹാപൗരോഹിത്യം വെളിപ്പെട്ടു, യേശുവിന്റെ വിധേയത്വം വെളിപ്പെട്ടു, യേശുവിന്റെ രാജ്യത്വം വെളിപ്പെട്ടു, യേശുവിന്റെ ആർദ്രതയും വെളിപ്പെട്ടു. നമുക്കുള്ള പ്രായോഗിക പാഠങ്ങൾ: ഒന്ന്, താഴ്മയുള്ളവരായിരിക്കുക, സ്നേഹമുള്ളവരായിരിക്കുക, യേശുവിനെ കുറിച്ച് ഓർമ്മയുള്ളവരായിരിക്കുക, അന്ത്യകാലത്തെ കുറിച്ച് അറിവുള്ളവരായിരിക്കുക, ഒരു സമർപ്പണം, ദൈവഹിതത്തെ സമർപ്പണമുള്ളവരായിരിക്കുക, പ്രാർത്ഥനയുള്ളവരാകുക, യേശുവിനെ പോലെ ആർദ്രതയുള്ളവർ ആകുക. നമ്മൾ കണ്ടു ഈ വാളുറയിൽ അവിടുന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമാധാനമുള്ളവരാകുക, സമാധാനം ആഗ്രഹിക്കുന്നവർ. ദൈവം നമ്മെ സഹായിക്കട്ടെ. വ്യാഴാഴ്ചത്തെ സംഭവങ്ങളും അതിനുമായി ബന്ധപ്പെട്ടുള്ള കർത്താവിൻ്റെ പ്രത്യേകതകളും കർത്താവിൻ്റെ ഗുണങ്ങളും നമുക്കുള്ള പ്രായോഗികമായ പാഠങ്ങളുമാണ് പഠിച്ചത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാമെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളെ ചേർത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. വെള്ളിയാഴ്ച ക്രൂശീകരണമാണ്, ശനിയാഴ്ച ശബത്തിന്റെ അനുഭവമാണ്, ഞായറാഴ്ച കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നത്. നമുക്ക് ആ സംഭവങ്ങളും നമ്മുടെ വിശദമായിട്ട് പഠിക്കാം. ദൈവം നമ്മളതിനായിട്ട് സഹായിക്കും.